हरे कृष्ण। जय नंद यशोदा दुलार गिरिवरधारी गोपाल। जय नंद यशोदा दुलार गिरिवरधारी गोपाल। ക്ഷമിക്കണം, എത്ര ശബ്ദമുണ്ട് എനിക്കിതറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു സേവനം കൂടെ ഉണ്ട്. എനിക്ക് കുറച്ച് ശബ്ദം ബാക്കി വേണം. അടുത്ത ആഴ്ചയിലും ഉണ്ട് കുറച്ച് ക്ലാസ്സസ്. പറ്റുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. ഓൾറെഡി ഒരു ചുമയുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപദാൻ സഗണ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധാ
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ തരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्प्रपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यम्. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രത്യേകിച്ചും അരവിന്ദ് പ്രഭുവിനും സുസ്മിത മാതാജിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചു. ഭഗവാൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്, കൈകൾ, കാലുകൾ, നാവ്, തല, കണ്ണ് എല്ലാം തന്നിട്ടുള്ളത് ഭഗവത് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശാസ്ത്രങ്ങൾ പറയുന്നു, ഭാഗവതം പറയുന്നു, എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാനടക്കം ഇതിൽ വരുന്നേക്കാൾ മുമ്പ് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രിയങ്ങൾ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് അതിനെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ മിസ്യൂസ് ചെയ്യാന്ന് പറയും. മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ഇന്ദ്രിയങ്ങളെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ശ്രീല പ്രഭുപാദിൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ കൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വരാൻ സാധിച്ചു. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് അവർ പുസ്തകങ്ങൾ എഴുതി നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇങ്ങനെ ഒരു സുവർണ അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ശ്രീല പ്രഭുപാദിൻ്റെയും മറ്റുള്ള എല്ലാ ആചാര്യന്മാരുടെയും ഒരു പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അവരുടെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ജന്മം കൂടെ നമ്മൾ പാഴാക്കി കളഞ്ഞാണ്. ജന്മങ്ങൾ ഒരുപാട് പാഴാക്കിയിട്ടുണ്ട്. ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുണ്ട്. ഭഗവാനെ മറന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരവസരം ശ്രീല പ്രഭുപാദും ആചാര്യന്മാരും നമുക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് മനുഷ്യജന്മം തന്നിട്ടുള്ളത് എന്നുള്ളത് അവർ കാണിച്ചു തരുന്നു. അങ്ങനെ ഭഗവത് കൃപ കൊണ്ട് നമ്മൾ ആചാര്യന്മാരുടെ കൃപ കൊണ്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ അരവിന്ദ് പ്രഭുവും മാതാജിയും വളരെ ഭംഗിയായിട്ട് സത്സംഗം നടത്തുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അരവിന്ദ് പ്രഭു ക്ഷണിക്കലുണ്ടായി. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. വേറെ സത്സംഗങ്ങൾ ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇത്തവണ ഞാൻ അതുകൊണ്ട് ആദ്യം വരാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ മാതാജിയെ അറിയിച്ചു. മാതാജിയുടെ നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇവിടെ എത്തിയത്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭക്തരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. സമയം നമ്മുടെ കയ്യിൽ കുറവാണ് എപ്പോഴും. അത് കഴിഞ്ഞ് എനിക്ക് പാലക്കാട് പോകണം. അവിടെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അവിടെ 2:30 എത്തണം. 12:45 ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. 1.5 മണിക്കൂർ മിനിമം ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ. 40 മിനിറ്റേ ഉള്ളൂ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല. ഭഗവാൻ എന്ത് നാവിൽ കൊണ്ടുവരുന്നു അത് നമ്മളിവിടെ ആചാര്യന്മാരിൽ കേട്ടത് അവരുടെ മഹാമഹാപ്രസാദം. അതിൽ ആ മഹാമഹാപ്രസാദത്തിലെ ഒരു ചെറിയൊരു കണം അവരറിയാതെ ഞാൻ കട്ടെടുത്ത് കഴിക്കുന്നതാണ് ഈ ക്ലാസ്സുകളെല്ലാം. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല, ഒന്നും അറിയില്ല. അവരുടെ മഹാകൃപയാണ്. മഹാപ്രസാദം നമുക്കറിയാം ഒരുപാട് ശക്തിയുള്ളതാണ്. മഹാപ്രസാദം പ്രത്യേകിച്ചും ഭഗവാന്റെ പ്രസാദം. ഭഗവാന്റെ പരിശുദ്ധ ഭക്തർ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രസാദത്തിനേക്കാൾ ശക്തിയാണ്. ഭഗവാന്റെ പ്രസാദത്തിന്റെ ശക്തിയുണ്ട്, കൂട്ടത്തിൽ ഭഗവാന്റെ ഭക്തരുടെ കൃപയും കൂടെ അതിനകത്തുണ്ട്.
ഭഗവാന്റെ കൃപ, ഭക്തരുടെ കൃപ, ശുദ്ധഭക്തരുടെ കൃപയാണെങ്കിൽ അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കാറുണ്ട്, അങ്ങനെ ഈ ഒരു ചെവി അതിനുവേണ്ടി ഉപയോഗിക്കുന്നു കുറച്ചൊക്കെ. അപ്പോൾ അതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉച്ഛിഷ്ടം ഞാനെടുത്ത് ഇടയ്ക്ക് അവരറിയാതെ കഴിക്കുന്നുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാവരുടെ അനുഗ്രഹം വേണം, പ്രാർത്ഥന വേണം. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കന്ധമാണ് ദശമസ്കന്ധം. ദശമസ്കന്ധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഭാഗവതത്തിൽ 18,000 ശ്ലോകങ്ങളുണ്ട്. 335 അധ്യായങ്ങൾ വരുന്നുണ്ട്. 335 അധ്യായങ്ങളിൽ 90 അധ്യായങ്ങൾ വരുന്നത് ദശമസ്കന്ധത്തിലാണ്. ബാക്കിയുള്ള സ്കന്ധങ്ങളൊക്കെ അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ദശമസ്കന്ധം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30% ഭാഗവതം മുഴുവൻ എടുക്കുകയാണെങ്കിൽ 30% ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിലാണ് വരുന്നത്. ആ ദശമസ്കന്ധത്തിൽ കൃഷ്ണനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, കൃഷ്ണലീലകൾ മാത്രം. ആദ്യത്തെ 40 അധ്യായങ്ങൾ വൃന്ദാവന ലീലകൾ, അതിനുശേഷം താങ്ക് യു ഗോവിന്ദായി. മോളെ ഇതൊന്ന് ഓഫ് ചെയ്യും. റൂപാൽ ചാനൽ അപ്പോൾ 30% കൃഷ്ണലീലകൾ അല്ലെങ്കിൽ 30% നോക്കിക്കഴിഞ്ഞാൽ ദശമസ്കന്ധമാണ്. അതിൽ 40 അധ്യായങ്ങൾ ശ്രീകൃഷ്ണൻ ഭഗവാൻ വൃന്ദാവനത്തിലുണ്ടായിരുന്ന സമയത്തുള്ള ലീലകളും, അതിനുശേഷമുള്ള 50 അധ്യായങ്ങൾ മധുരയിലും ദ്വാരകയിലുമുള്ള ലീലകളാണ്. ഒരുപാടുണ്ട്. ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര ജന്മം എടുക്കേണ്ടി വരുന്ന അറിയില്ല. നമ്മൾ 24 മണിക്കൂറും ജന്മജന്മാന്തരങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും തീരാത്തതാണ് ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാന്റെ മാധുര്യം, ഭഗവാന്റെ ലീലകൾ. അനന്തമാണ് ഭഗവാന്റെ ലീലകൾ. അനന്തശേഷ് ഭഗവാന്റെ വിസ്തരണമാണ്, ബലരാമന്റെ ഒരു വിസ്തരണമാണ്. അനന്തശേഷിന് ഒരുപാട്, അനന്തശേഷ് അറിയാം, ഭഗവാൻ വിഷ്ണു കിടക്കുന്ന ശേഷനാകും. ഒരുപാട് തലകളുണ്ട്, ആയിരക്കണക്കിന് 10,000-കണക്കിന് തലകളുണ്ട്. അനന്തശേഷ് ഭഗവാന്റെ വിസ്തരണമായിട്ടുള്ള അനന്തശേഷ് പറയുന്നു, ഈ തലകളൊക്കെ ഉപയോഗിച്ച് ഇനി എത്രയുണ്ട്. കാര്യം ഭഗവാന്റെ നമ്മളെ പോലെ ജനിക്കുന്നു മരിക്കുന്നു അങ്ങനെ ഒരു സംഭവമില്ല. ഭഗവാൻ നിത്യമാണ്. അനന്തകാലം ഈ അനന്തമായിട്ടുള്ള ഈ തലകൾ ഉപയോഗിച്ച് ഞാൻ അനന്തശേഷ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ എവിടെയും എത്താൻ പോകുന്നില്ല, എനിക്കത് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രമാത്രം അനന്തമാണ്. നമുക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ 40 മിനിറ്റിൽ എന്ത് പറയും? ഒന്നുമില്ല. ശ്രീമദ് ഭാഗവതത്തില് ദാമോദര ലീല എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ഈ തവണ ദാമോദര മാസം കഴിഞ്ഞ് അധികം ആയിട്ടില്ല. ദശമസ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിലാണ് ദാമോദര ലീല പറയുന്നത്. അപ്പൊ ദാമോദര ലീല കഴിഞ്ഞ് നടക്കുന്ന ഒരുപാട്, അതിന് മുമ്പും പുറകിലും ഒക്കെ കുറെ ലീലകളുണ്ട്. അതിലെ ഒരു ചെറിയൊരു ലീലയാണ് ഞാനിപ്പോൾ ഈ സമയം കുറഞ്ഞതുകൊണ്ട് വിചാരിച്ചതല്ല പറയാൻ പോകുന്നത്. എന്റെ ഇപ്പോൾ അറിയില്ല, ഭഗവാൻ തോന്നിപ്പിച്ചു ഇവിടെ ഇരുന്നപ്പോൾ അങ്ങനെ പറയുന്നു. ശുകദേവ് ഗോസ്വാമി അവിടെ കൃഷ്ണന്റെ ഒരു മനോഹരമായിട്ടുള്ള ലീല പറയുന്നുണ്ട്. പക്ഷെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചു. കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്നാൽ നമ്മുടെ ആചാര്യന്മാർ അതിനെ കുറിച്ച് വിസ്തരിക്കുന്നുണ്ട്. പറയുന്നു, ഏകദേശം കൃഷ്ണനെ 2.5 വയസ്സ് ദാമോദര ലീല കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ മധുരയില് ഒരുപാട്, മധുരയുടെ ഒരു പുറത്ത്, മധുര എന്ന ഔട്ട്സ്കേർട്സില് കുറെ കാടുകൾ, വൃന്ദാവനം നമുക്കറിയാം, കാടുകളും ഒരുപാട് വനങ്ങളുണ്ട് വൃന്ദാവനത്തിൽ. മധുരയുടെ ഒരു ഇതിലാണ് വരുന്നത് വൃന്ദാവനം മുഴുവൻ. മധുര വൃന്ദാവനത്തിന്റെ ഭാഗമാണ്. മധുരയുടെ അടുത്ത് ഒരു വനാന്തരങ്ങളിൽ ഒരു ആദിവാസി സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അമ്മ വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ്. ആ അമ്മയ്ക്ക് ഒന്നുമില്ല, ഭർത്താവില്ല, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വിവാഹം കഴിച്ചു പോയി.
തനിയെയാണ്, ഒരുപാട് പ്രായമായി, നോക്കാൻ ആരുമില്ല, ജോലിയൊന്നുമില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു പഴങ്ങൾ വിൽക്കലാണ് അവരുടെ ജോലി. ഈ പഴങ്ങൾ അവര് കാടിന്റെ ഒരുപാട് ഘോരമായിട്ടുള്ള കാടുകളിൽ പോയി അവിടെ നിന്ന് വളരെ മധുരമുള്ള പഴങ്ങൾ അവര് കൊണ്ടുവരും. അവിടെ നിന്ന് പറിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കും. ഇതാണ് അവർ ചെയ്യുന്നത്. ഈ അമ്മയുടെ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പഴങ്ങൾ നോക്കി സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതാണ് അവരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കഴിവ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ചിലർ പാട്ട് പാടുന്നു, ചിലർ ഡാൻസ് കളിക്കുന്നു, പല കാര്യങ്ങളും, ചിലർ വരയ്ക്കുന്നു, അല്ലെ, ഇതെല്ലാം കഴിവുകൾ ലോകം തന്നിട്ടുണ്ട്. എന്നാൽ ഈ അമ്മയുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മധുരമായിട്ടുള്ള പഴങ്ങൾ കണ്ടാൽ അവർക്കറിയാം അത് നോക്കിയെടുക്കാൻ. അങ്ങനെ ആരും പോവാത്ത അകത്ത്, കാടിന്റെ അകത്തോട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ പഴങ്ങൾ കൊണ്ടുവരുന്നു. നാട്ടിൽ വൃന്ദാവനത്തില് ഗോകുലത്തിലല്ലാതെ മധുരയിലെ ഭാഗത്താണ്. അവിടെ എല്ലാ ഗ്രാമങ്ങളിലും പോയി വിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം അമ്മ പോകുന്ന സമയത്ത് അവിടെ വ്രജവാസികൾ, സ്ത്രീകൾ, ഗോപസ്ത്രീകൾ ഒരു കുട്ടിയെ കുറിച്ച് പറയുവാണ്. അമ്മ കേൾക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഇവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പഴങ്ങൾ കൊടുക്കുന്നു, പൈസയായിട്ട് അവർക്ക് കിട്ടില്ല. പണ്ടത്തെ കാലത്ത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയും. അങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും തരും. അതായത് പഴം കൊടുത്തു കഴിഞ്ഞാൽ, പഴങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പഴങ്ങൾ, മാമ്പഴം, പിന്നെ മറ്റുള്ള ഏതൊക്കെ പഴങ്ങളാണോ കാട്ടിലുള്ളത് അതെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? അരിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങളായിരിക്കും, വീട്ടിലെ കാര്യങ്ങൾ, ജീവിക്കാനുള്ള മാർഗം. അല്ലാതെ പൈസയായിട്ടൊന്നും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ജീവിച്ചു പോവാണ്. പിന്നെ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വ്രജവാസി സ്ത്രീ ഉപേക്ഷിച്ച വസ്ത്രമൊക്കെയാണ് അവർ. അത്രയും പാവപ്പെട്ട ഒരു സാധു സ്ത്രീയാണ്. എന്നാൽ ഭയങ്കര ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ജോലിക്ക്. അതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള ധാരണയിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കാട്ടിൽ പോയി നല്ല പഴങ്ങൾ, തുളസി, ഹരിബോധം കളിക്കണമെങ്കിൽ പുറത്തു പോകാം. ഹരേ കൃഷ്ണ. ചില റോംബ സ്വാമി മഹാരാജിനെ ഓർത്തുപോയി ഒരു നിമിഷം. അദ്ദേഹം പ്രബോധന ഡിസൈപ്പിളാണ് മാതാജിയുടെ, രാഷ്ട്രീയ മാതാജിയുടെ ഗുരു മഹാരാജ്. അദ്ദേഹം ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് സേവനം ചെയ്യാൻ കിട്ടി. മഹാരാജിന്റെ ക്ലാസ്സിൽ ഇതുപോലെ ആരെങ്കിലും കുട്ടികൾ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ മഹാരാജ് ക്ലാസ് അങ്ങനെ നിർത്തും. ഒരു അക്ഷരം പറയും. ഞാനിപ്പോൾ പറഞ്ഞു, പേര് വിളിച്ചു, അത് പറയില്ല. മഹാരാജ് നിർത്തും, ഇങ്ങനെ നോക്കും, വേണ്ടി നോക്കും. അപ്പൊ ആ കുട്ടി തന്നെ എഴുന്നേറ്റെടുക്കുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോകും. മഹാരാജൊന്നും പറയാതെ തന്നെ കാര്യം ഇവിടെ ഞാൻ പറഞ്ഞു. ഹരേ കൃഷ്ണ. തുടങ്ങിയിട്ടുള്ളൂ, കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഈ അമ്മ നേരത്തെ പറഞ്ഞ പോലെ അത്രയും പാവപ്പെട്ട സ്ത്രീയാണ്, പക്ഷെ ആത്മാർത്ഥതയുള്ളൊരു സ്ത്രീയാണ്. അങ്ങനെ ഈ പഴങ്ങൾ അന്നത്തെ ദിവസം വിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ കുറിച്ചുള്ള കഥകൾ കേൾക്കുകയാണ്. കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ കണ്ണൻ തന്നെയാണ്. അപ്പോൾ അവര് ഇങ്ങനെ കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് പറയുകയാണ്. ദാമോദർ ലീലയെ കുറിച്ച് കുറച്ചൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവര് പഴങ്ങൾ വിൽക്കുന്ന സമയത്ത് കഥകൾ കേൾക്കുവാണ്. കഥകൾ കേൾക്കുമ്പോൾ ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ഈ സ്ത്രീക്ക് അറിയില്ല, കേൾക്കുന്നേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു കുട്ടിയെ കുറിച്ച്. കൃഷ്ണന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. അതായത് ചുരുണ്ട മുടിയാണ്, ശ്യാമ നിറത്തിലാണ്, അതേപോലെ കുറച്ച് തടിച്ചിട്ടാണ്, കവളൊക്കെ ഉണ്ട്, ഇവിടെ വയറിന്റെ 2 ഭാഗത്ത് 3 വരകളുണ്ട്. ശ്രീ റൂപ ഗോസ്വാമി പറയുന്നു, ത്രിരേഖി എന്നാണ് വിളിക്കുന്നത് റൂപ ഗോസ്വാമി. അതായത് ഇവിടെ 2 ഭാഗത്തും 3 വരകളുണ്ട്, കഴുത്തിലുണ്ട് വരകൾ. അത് നമുക്കറിയാം. എങ്ങനെയാണ് അറിയുന്നത്? ഏത് ശ്ലോകമാണ്? ത്രിരേഖ കണ്ഠം. അതേപോലെ ഇവിടെ വയറിന്റെ 2 ഭാഗത്തും 3 വരകളുണ്ട്. അത് തടിക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് 1 2 ഉണ്ടാവും, ഇത് 3 എണ്ണമാണ്. അത്രമാത്രം എണ്ണ കഴിച്ചിട്ട്. അപ്പോൾ അമ്മ
ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃഷ്ണന്റെ ആ ഒരു രൂപ മാധുര്യത്തെ കുറിച്ച് കേൾക്കുവാണ്. അപ്പോൾ സുചാരു വക്രമണ്ഡലം സുകർണരത്ന കുണ്ടലം സുചർച്ചിതാംഗ ചന്ദനം നമാമി നന്ദനന്ദനം സുദീർഘ നേത്ര പങ്കജം ശിഖി ശിഖണ്ഡമൂർധജം അനന്ത കോടി മോഹനം നമാമി നന്ദനന്ദനം. സുചാരു വക്രമണ്ഡലം കൃഷ്ണന്റെ മനോഹരമായിട്ടുള്ള രൂപത്തെ നന്ദനന്ദനാഷ്ടകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. സുചാരു വക്രമണ്ഡലം അദ്ദേഹത്തിന്റെ രൂപം, അതായത് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ സാധിക്കാത്ത അത്രയും സൗന്ദര്യമാണ്. അതുപോലെ സുകർണരത്ന കുണ്ടലം, കഴുത്തിലാണെങ്കിൽ ചെവിയിലാണെങ്കിൽ മനോഹരമായിട്ടുള്ള കുണ്ടലമുണ്ട്. അത് നമ്മുടെ ദാമോദര അഷ്ടകത്തിലുണ്ട് കുണ്ടലമുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ പറയുന്നു മനോഹരമായിട്ടുള്ള കുണ്ടലമുണ്ട്. ഈ കുണ്ടലം ഇങ്ങനെ കവളത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ മുട്ടും. കവളിനെ ഉമ്മവെച്ചുകൊണ്ടിരിക്കുന്ന ആര്? കാര്യം കുണ്ടലം കുണ്ടലം ഒരു ഭക്തയാണ്, ഒരു ഡിവോട്ടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഇവിടുന്ന് ഗുഡ്വിൽ നിന്ന് വാങ്ങിക്കുന്ന കമലല്ല, ഗുഡ്വിലാണ്. അതറിയാം. എല്ലാ വർഷം വരുമ്പോഴും ഞാൻ പോകുന്നൊരു സ്ഥലമാണ്, എന്നെ കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ കൃഷ്ണന്റെ കമലം അങ്ങനെയല്ല. കൃഷ്ണന്റെ കമലം ഭഗവാനെ സേവനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തികളാണ്, കമ്മലുണ്ട്, പൊട്ടുണ്ട്, എല്ലാം ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഓരോ പ്രാവശ്യം കൃഷ്ണൻ അനങ്ങുമ്പോൾ കമ്മൽ വന്ന് തട്ടുന്നത് ആക്ച്വലി സേവനം ചെയ്യുകയാണ്. അതൊക്കെ ഒരു ഉമ്മോടുകൾ മാറും കൃഷ്ണൻ അടങ്ങുമ്പോൾ. മനോഹരം. അപ്പൊ ഇതെല്ലാം കേൾക്കുവാണ്. സുകർണ രത്നകൊണ്ടെല്ലാം സുചർച്ചിതാംഗ ചന്ദനം, ശരീരമാണെങ്കിൽ മുഴുവനും ചന്ദനം കൊണ്ട് ലേപനം ചെയ്തിരിക്കുന്നു. നമാമി നന്ദനന്ദനം. സുദീർഘ നേത്ര പങ്കജം, നേത്രങ്ങൾ പറയുന്നു കൃഷ്ണന്റെ പങ്കജം, അതായത് താമര പോലെ. താമരയുടെ ഇതളുകൾ എങ്ങനെയാണ്? ഇങ്ങനെ നീളത്തിലാണ്, സൈഡിൽ ഇങ്ങനെ നീളത്തിലാണ്. അതേപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെയുണ്ട് കൃഷ്ണന്റെ കണ്ണുകൾ. നമ്മുടെ കണ്ണുകൾ പോലെ അല്ല, അതായത് നല്ല നീളത്തിലുള്ള കണ്ണുകൾ, ഭംഗിയുള്ള, അതായത് രണ്ട് ഭാഗത്തും ഇങ്ങനെ ടേപ്പർ ചെയ്ത് വരുന്നത്. അതായത് ഇങ്ങനെ ഇവിടെ കണ്ടില്ല, വീതി കുറഞ്ഞ, അതുപോലെ രണ്ട് ഭാഗത്തും അങ്ങനെയാണ് കൃഷ്ണന്റെ കണ്ണുകൾ. നമ്മുടെ ആചാര്യന്മാര് വർണ്ണിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവര് വർണ്ണിക്കുന്നു. സുകർണ സുദീർഘ നേത്ര പങ്കജം ശിഖി ശിഖണ്ഡമൂർധജം. തലയിലാണെങ്കിൽ എന്താണുള്ളത്? മയിൽപീലി. ശിഖി ശിഖണ്ഡമൂർധജം അനന്ത കോടി മോഹനം, അതായത് ഒരുപാട് കാമദേവന്മാര്. കാമദേവന്റെ ജോലി എന്താണ്? ബാണങ്ങൾ വിടുക. അതായത് കാമദേവൻ ചെയ്യുന്നത് എന്താണ്? നമ്മളിൽ എല്ലാവർക്കും കാമാസക്തി തരുന്നത്. കാമദേവൻ ഒരു ദേവനാണ് ദേവലോകത്തിൽ. എന്നാൽ ഈ കാമദേവൻ ഒരിക്കൽ വൃന്ദാവനത്തില്, ഇവിടെ ഭൗമ വൃന്ദാവനത്തിലെ ലീല നടക്കുന്ന സമയത്ത് ബാണങ്ങളായിട്ട് വന്നു. 5 ബാണങ്ങളായിട്ട്. ബാണം വിടാൻ വേണ്ടി വന്നത് ആരുടെ അടുത്തേക്കാണ്? കൃഷ്ണന്റെ അടുത്തേക്കാണ്. ബാണം എടുക്കുന്നു, അമ്പിൽ വെക്കുന്നു, വിടാൻ വേണ്ടി നോക്കുന്നു, അവിടെ ബോധം വിട്ടു വീഴുന്നു കൃഷ്ണന്റെ സൗന്ദര്യം കണ്ട്. അതാണ് അനങ്ക കോടി മോഹൻ. അത് അനേക കോടി നമ്മുടെ കാമദേവന്മാര് വന്നാൽ പോലും അവര് പോലും വീണു പോകുന്നു കൃഷ്ണന്റെ സൗന്ദര്യത്തിൽ. അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ ഒരുപാടുണ്ട്. ഇതെല്ലാം ഈ അമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും സൗന്ദര്യമുള്ള കൃഷ്ണൻ ഒരാളുടെ മുമ്പിൽ വീണു പോകും. അവിടെയാണ് പ്രശ്നം. കൃഷ്ണൻ മദൻ മോഹനാണെങ്കിൽ മദന മോഹിനിയാണ് ശ്രീരാധ. രാധാറാണി വന്ന് മുമ്പിൽ നിൽക്കുവാണെങ്കിൽ ഈ നമ്മുടെ കാമദേവന് സംഭവിച്ചത് കൃഷ്ണന് സംഭവിക്കും. ഒന്ന് കണ്ണ് ഒന്ന് അനക്കുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്താൽ മതി, അവിടെ വീഴുന്നു. അത്രയോട് കൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മദന മോഹിനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ അമ്മ ഈ കണ്ണനെ കുറിച്ച് കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആകർഷണം തോന്നുവാണ് അമ്മയ്ക്ക്. ആരാണ് ഈ കുട്ടി? ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരുപാട് ലീലകൾ പറയുന്നുണ്ട്, ദാമോദര ലീല പറയുന്നു, അതെല്ലാം കേട്ടു. അപ്പൊ അമ്മ ഇതെല്ലാം കൊടുക്കലെല്ലാം നിർത്തി. ഇവരെല്ലാവരും ആൾക്കൂട്ടമാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാവരും കൂടി പ്രജൽപ്പം പറയലല്ല. പ്രജൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളോ, ആരാണ് അവിടെ സ്ഥാനാർത്ഥി, ഈ വാർഡിൽ ആരാണ്, ആ വാർഡിൽ വല്ല കാര്യമുണ്ടോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ചിലപ്പോൾ ക്ഷമിക്കണം, ആരെങ്കിലും ഇതില് സജീവമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്തായാലും സമയം പാഴാക്കലാണെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. മനുഷ്യജന്മം തന്നിട്ടുള്ളത് ഭഗവത് സേവനത്തിനാണ്. ഒരു നിമിഷം പോയാൽ പോയി, പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പൊ അതിന്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കാം. മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത് വേറെ കാര്യം. ഇവിടെ എന്തായാലും
അവര് കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണലീലകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗോപസ്ത്രീകളും മുതിർന്ന ഗോപസ്ത്രീകളാണ് എല്ലാവരും. അവരെല്ലാവരും ഇങ്ങനെ കൃഷ്ണലീല കുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്മ അതെല്ലാം ആ കൊട്ടയെല്ലാം അവിടെ വെച്ചു ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രവണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലീലകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഈ അടുത്ത് ഞാനൊരു ലീല കേട്ടു. അപ്പോൾ പറയും കേട്ടെ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പറയുവാണ്, ഒരു ദിവസം ബാലഗോപാലിന്റെ അമ്മ ഒരു വടി, അതായത് ഒരു കളി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് ഹോക്കി കളി കണ്ടിട്ടുണ്ടാവും. ഹോക്കി അറിയാം, കേട്ടിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവും. ഹോക്കിയുടെ എങ്ങനെയാണ്, ഒരു വൈറ്റ് സ്റ്റിക്ക് ഉണ്ടാവും, ബോളെന്ന് വെച്ചാൽ അല്ലെ, ബോൾ ഉണ്ടാവും, പോസ്റ്റിൽ കയറിയതാണ്. ഇതൊക്കെ എവിടുന്ന് വന്നു? ഗോലഗോർദാനത്തിൽ. ഹോക്കി എന്നുള്ള പേരാണോ എന്ന് ചോദിക്കരുത്, അത് പറഞ്ഞിട്ടില്ല ആചാര്യം. ആചാര്യന്മാര് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കളി, അതായത് ഒരു വടിയുണ്ട്, ബോളുണ്ട്, പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ഹോക്കി പോലത്തെ ഒരു കളിയാണ്. എന്നാൽ അതാണ് ഒറിജിനൽ ഇവിടെയുള്ളത്, അതിന്റെ ഒരു ഇമിറ്റേഷനോ അല്ലെങ്കിൽ എന്തോ വേണമെങ്കിൽ പറയാം. ഞാൻ തൽക്കാലം ഈ കളിയെ ഹോക്കി എന്ന് പറയുന്നു. അവിടെ ഗോലഗോർദാനത്തിൽ എന്താ പേരെന്ന് എനിക്കറിയില്ല, അവിടെ പോകുമ്പോൾ നമുക്ക് ചോദിക്കാം. തൽക്കാലം ഇപ്പോൾ ഹോക്കി എന്ന് ഞാൻ പറയട്ടെ എന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഹോക്കി കളിക്കാൻ വേണ്ടി സ്റ്റിക്ക് കൊടുക്കുന്നു, വടി കൊടുക്കുന്നു, ബോൾ കൊടുക്കുന്നു. അപ്പോൾ കൃഷ്ണ ഒരു ദിവസം കളിക്കാൻ പോവാണ്. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല, ഇതെല്ലാം ആചാര്യന്മാർ പറയുന്നതാണ്. അവര് അപ്പോൾ കൃഷ്ണൻ കുട്ടിയാണ്. അപ്പോൾ ഈ അമ്മ ഈ കഥ കേട്ടുകൊണ്ടിരിക്കണം, അതാണ് പശ്ചാത്തലം. അപ്പോൾ കൃഷ്ണന് കളിക്കാനുള്ള ഇത് കൊടുത്തു, സ്റ്റിക്ക് കൊടുത്തു, വടി കൊടുത്തു. കൃഷ്ണൻ പറയുന്നത്, കുറച്ച് കുട്ടികളുണ്ട് എന്റെ കൂട്ടുകാർ, അവർക്ക് ഈ വടിയില്ല, അമ്മ കുറച്ചും കൂടെ എണ്ണം വേണം, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പറ്റാവുന്നതൊക്കെ 4-5 എണ്ണമൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു കളിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണനുണ്ട്, ദാവജിയുണ്ട്, ബലരാമനുണ്ട്, പിന്നെ മറ്റുള്ള കൂട്ടുകാരൻ ശ്രീധാമുണ്ട്, സുധാമ, അതേപോലെ സോകകൃഷ്ണ, പിന്നെ നമ്മുടെ ഇദ്ദേഹം സുബൽ, മധുമംഗൽ, ഇവരെല്ലാവരും ഉണ്ട്. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി കളിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുവാണ്. ആ സമയത്ത് ഒരു ടീം നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാരുടെ കൂട്ടത്തിൽ കളിക്കുന്നത്. കൃഷ്ണൻ ഉടനെ പറഞ്ഞു, ഞാൻ ദാവജിയുടെ കൂടെ കളിക്കുകയുള്ളൂ. സാധാരണ അങ്ങനെയല്ല. അപ്പൊ ഇവർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും 2 ടീമിൽ കളിക്കണം, ചേട്ടൻ തന്നെയും ഒരു ടീമിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ കൃഷ്ണൻ പറഞ്ഞു, എനിക്ക് ദാവജിയുടെ കൂടെ കളിക്കാനേ പറ്റുള്ളൂ, എന്നെ വേറെ ടീമിൽ ഇടരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദാവജി നല്ല പ്ലെയറാണ്. കൃഷ്ണൻ അറിയില്ല കളിക്കാൻ. ആൾക്ക് അറിയുന്നത് ഈ വെള്ളം വെക്കാനോ ഈ കളിയൊന്നും ആൾക്ക് അറിയില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ബലരാമന്റെ ടീമിലാണ്. അവസാനം അവർ സമ്മതിച്ചു. അപ്പോൾ ശ്രീധാം ഓപ്പോസിറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ബലരാമൻ. കൃഷ്ണൻ ബലരാമന്റെ ടീമിലാണ്. ശ്രീധാം ആണെങ്കിൽ എക്സ്പെർട്ടാണ്. ശ്രീധാം ആരാണ്? രാധാറാണിയുടെ സഹോദരനാണ്. ശ്രീധാം എക്സ്പെർട്ട് കളിക്കാരനാണ്. ഇവരെ കളി തുടങ്ങുന്നതാണ്. അപ്പോൾ ആചാര്യൻ പറയുന്നു, ഇവര് 2 ടീമും കളി തുടങ്ങി. അപ്പോൾ ഇവര് സ്കോർ എഴുതാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. അവര് സ്കോർ ബോർഡ് ഇപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കരുത്, പക്ഷെ സ്കോർ അവർ എഴുതുന്നു. സ്കോർ എഴുതാൻ വേണ്ടി 2 ടീമിന്റെ സൈഡിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്കോർ എഴുതുന്നുണ്ട്. ഒരു കളപ്പോൾ ബലരാമന്റെ ടീം നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണന്റെ ടീം നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രീരാമന്റെ ടീമിന്റെ ശക്തി കൂടി. ശ്രീരാം ഓവർടേക്ക് ചെയ്തു, അതായത് സ്കോർ കൂടി തുടങ്ങി. അവസാനം വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഏകദേശം ഒരു 10 സ്കോറിന്റെ കൂടുതലായി ശ്രീരാമന്റെ ടീം. അപ്പോൾ കൃഷ്ണൻ ഏകദേശം സൂചന കിട്ടി തോൽക്കാൻ പോവുകയാണെന്നുള്ളത്. ചേട്ടന്റെ കൂടെ കൂടി എന്നിട്ട് തോൽക്കാൻ പോവാണെന്നുള്ള സൂചന കിട്ടിയപ്പോൾ പതുക്കെ ആ കൂട്ടത്തിൽ നിന്നാണ് മുങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ശ്രീരാമന്റെ ടീമിൽ പോയില്ല, നേരെ പോയി സ്കോർ ബോർഡ് തിരിച്ചു വെച്ചു. സ്കോർ ബോർഡ് മാനിപ്പുലേറ്റ് ചെയ്തു. ഇത് കണ്ടില്ല, ഇവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിൽ കളിക്കണം. ഇദ്ദേഹം ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒന്നും അറിയാത്ത പോലെ പിന്നെ വീട്ടിൽ കളിക്കുന്നുണ്ട്. എന്നിട്ട് ബലദാവജി ഗോളടിക്ക് എന്ന് പറയുന്നുണ്ട്, ശ്രീരാമിനെ തോൽപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സംഭവിക്കുന്നത് അപ്പൊ നോക്കുമ്പോ ശ്രീരാമാണെങ്കിൽ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോ സ്കോർ മാത്രം താഴോട്ട് പോകുന്നു. എന്താന്ന് മനസ്സിലാവുന്നില്ല. അവസാനം മനസ്സിലായി, ഒരാൾ കണ്ടു ഇത് ചെയ്യുന്നത്. 2 പ്രാവശ്യം പോയി ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കണ്ടു. ആ സമയത്ത് ഒരു ശ്രീരാമിന്റെ ടീമിൽ ഒരാളെന്ന് പറഞ്ഞു, ഇതെല്ലാം ചെയ്യുന്നത് ഇവരാണ്, അതുകൊണ്ട് അവരെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഇവർ കളി നിർത്തി ഇവർ നമ്മൾ അടിയായി. 2 ടീം തമ്മിൽ ഭയങ്കര വാക്കുതർക്കമായി. ഇനി കളിക്കുകയാണെങ്കിൽ നിന്നെ കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇവര് നുണ പറയാണ്, നിങ്ങൾക്കറിയില്ല ഞാൻ കൂടെ കളിക്കുന്നത്. ദാവജി പറയൂ, എനിക്ക് വേണ്ടി പറയൂ. ദാവജി പറഞ്ഞു, ഞാൻ കണ്ടില്ല നീ കളിക്കുന്നത്, നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. പക്ഷെ
നീ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് അപ്പോൾ ഇവർ നമ്മൾ അടിയായി, ടീം രണ്ടും അടിയായി. അവസാനം ഇവിടെ സംഭവിക്കുന്ന പോലെ ഇപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന കാലത്ത് സംഭവിക്കാറുള്ള പോലെ ഒരു വാക്ക് ഓവർ എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഒരു ടീം വന്നില്ലെങ്കിൽ പോവും, അല്ലെങ്കിൽ അവസാനം തല്ലുകൂടിയിട്ട് നിർത്തി പോകും, അതായത് ഡ്രോ ആയിട്ട് അവസാനം. അതേപോലെ ഇവർ രണ്ടുപേരും നിങ്ങൾ കളിച്ചിട്ട് എവിടെ എത്താണ്ടായപ്പോൾ അവർ തമ്മിൽ ഇനി കളിക്കില്ല എന്ന് പറഞ്ഞവർ പോയി. എല്ലാവരും കൂടെ സ്റ്റിക്ക് എല്ലായിടത്ത് നേരെ പോകുന്ന ആരെടുത്താണ് യശോദാമയാണ് സ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യശോദറാണിയുടെ അടുത്ത് ഇവർ എല്ലാവരും കൂടെ വരുവാണ്. ആ സമയത്ത് ചോദിക്കുന്നു എന്താ പ്രശ്നം. അപ്പോൾ യശോദറാണിയോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ കളിയിൽ ആകെ പ്രശ്നമായി. ശ്രീതാമ എന്ന് പറഞ്ഞു കൃഷ്ണൻ കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ്, അതായത് ഇങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം മാറ്റി കളി ശരിക്കും കളിക്കാൻ സമ്മതിക്കുന്നില്ല. കൃഷ്ണനോട് ചോദിച്ചു നീ അത് ചെയ്തോ? ആസ് യൂഷ്വൽ നമ്മുടെ ബാലഗോപാൽ പറഞ്ഞു സർവേ മിഥ്യ. മണ്ണ് കഴിക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ്, എല്ലാവരും നുണ പറയുകയാണ്. അമ്മയ്ക്ക് അറിയില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം, നമ്മൾ തമ്മിലുള്ള റിലേഷൻ കൂടുതൽ. അമ്മയ്ക്ക് ഞാൻ പറയുന്നതാണ് വിശ്വാസം, ഇവര് പറയുന്നതാണ് വിശ്വാസം. അങ്ങനെ അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യും. കൃഷ്ണൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ ഇവർ കുറ്റം പറയുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടുണ്ട്. ബൽദാവ് എന്നാണെങ്കിൽ അറിയില്ല, ശ്രീതാമിന്റെ ടീമും മറ്റുള്ള ടീമും കുറച്ചുപേര് കൃഷ്ണന്റെ ഇങ്ങനെ ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ എല്ലാവരെയും എവിടെ ചാൻസ് കിട്ടുന്നോ അവിടെ കൃഷ്ണൻ സ്കോർ ചെയ്യാറുണ്ട് പല കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചാൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാവും. ഇങ്ങോട്ട് മാത്രം പാവം കണ്ണൻ മാത്രം ഒറ്റയ്ക്കാവും. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് അവർ കിട്ടി. അതുകൊണ്ട് കണ്ണൻ ഒരു സൈഡിലും ബാക്കി എല്ലാവരും ഒരു ഭാഗത്തായി. അവസാനം യശോദാണിക്ക് മനസ്സിലായി സംഭവം കണ്ണന്റെ പ്രശ്നം തന്നെയാണ്. അപ്പൊ യശോദാണി പറഞ്ഞു നമുക്ക് വേറെ കളി കളിക്കാം, ഇത് മാറ്റിക്കോളും. അപ്പൊ ഹോക്കി അവിടെ നിർത്തി. യശോദാണി പറഞ്ഞു ഞാനൊരു കളി പറയാം, നമുക്കത് കളിക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞു ശരി. എന്താ കളി? ഒളിച്ചു കളി. ഇത് ആക്ച്വലി ശ്രീപാദ് വല്ലഭാചാര്യരുടെ ഒരു മനോഹരമായിട്ടുള്ള പദ്ധതിയിലുള്ളതാണ്. ഇതിന്റെ സോഴ്സ് ഞാൻ പറയുന്നു. ശ്രീപാദ് വല്ലഭാചാര്യ മഹാപ്രഭു, അദ്ദേഹം വൈഷ്ണവായിട്ടുള്ളൊരു ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗീതത്തിലോ വൈഷ്ണവ ഗീതത്തിലുള്ളതാണ്. തുഷ്ടിമാർഗ സമ്പ്രദായത്തിൽ വരുന്നതാണ് അദ്ദേഹം. ഈ കഥകളൊക്കെ. അപ്പോൾ എന്നിട്ട് ഇവര് ഒളിച്ചു കളിക്കാൻ തീരുമാനിക്കുന്നു. ഒളിച്ചു കളിക്കുന്ന സമയത്ത് കൃഷ്ണൻ അപ്പോൾ ആരൊളിക്കും, അതൊരു ചോദ്യമാണ്. കൃഷ്ണൻ പറഞ്ഞു ഒളിക്കൽ ഞാൻ ചെയ്യാം, കണ്ടുപിടിക്കൽ എന്നെ കൊണ്ട് പറ്റില്ല. ബാക്കി ആരാച്ചാൽ കണ്ടുപിടിച്ചോട്ട് ഞാൻ ഒളിച്ചോളാം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു നീ കാരണമാണ് ഹോക്കി കളിക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കണം, ഞങ്ങളെല്ലാം ഒളിക്കും. കൃഷ്ണൻ അമ്മയെ നോക്കി, അമ്മ പറഞ്ഞു കുഴപ്പമില്ല ചെയ്യാൻ പറഞ്ഞു. അവര് പറഞ്ഞു കൃഷ്ണൻ തന്നെ ചെയ്യുവാണെങ്കിൽ കള്ളത്തരം കാണിക്കും, അതുകൊണ്ട് അമ്മ നോക്കണം, സൂപ്പർവൈസ് ചെയ്യണം. അപ്പൊ അമ്മ പറഞ്ഞു ശരി, നിങ്ങൾ അത് പേടിക്കണ്ട, ഞാനത് നോക്കിക്കൊള്ളാം, പറ്റിക്കില്ല ഇത്തവണ. അപ്പോൾ എന്നിട്ട് എങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? കണ്ണടയ്ക്കുന്നത്. അപ്പൊ കൃഷ്ണൻ കണ്ണിങ്ങനെ അടച്ചു പൊത്തി പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒളിക്കാൻ പോയി. ശ്രീരാം, ബലറാം എല്ലാവരും ഉണ്ട്, 2 ടീമിലെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും പോയി ഒളിച്ചു. ഒളിക്കുന്ന സമയത്ത് ബാലഗോപാൽ പതുക്കെ കണ്ണൊക്കെ എണ്ണാൻ, കൃഷ്ണൻ പറഞ്ഞ എനിക്ക് എണ്ണാൻ അറിയില്ല. അപ്പൊ പറഞ്ഞു നീ കണ്ണടച്ചാൽ മതി, ഞാൻ എണ്ണിക്കൊള്ളാം. 1 2 3 പറഞ്ഞ അമ്മ എണ്ണുന്നുണ്ട് അടുത്ത് നിന്ന്. അമ്മയുടെ ഒരു ടെക്നിക്കാണത്. അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമാണ് അമ്മ പറയുന്നത്. അതായത് നീ അവരെ കണ്ടുപിടിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ തന്നെ പോണം, അവിടേക്ക് പോകരുത്. ഇവിടെ നിന്ന് മാക്സിമം, അതായത് എന്റെ അടുത്ത് നിന്ന് പോവാതെ നീ കണ്ടുപിടിക്കണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അതെങ്ങനെ സാധിക്കുന്നു? അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഈ കളിയിൽ നീ കളിക്കില്ല. അത് വേറെ ഒന്നുമില്ല, അമ്മയ്ക്ക് കണ്ണൻ അടുത്ത് വേണം, അതുകൊണ്ടാണ്. അപ്പൊ അടുത്ത് വേണം, അത് കളിക്കുക വേണം, അങ്ങനെയാണ് അമ്മ. അപ്പൊ അമ്മയുടെ ഒരു സൂത്രമാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അമ്മ കണ്ടുപിടിക്കാനേ എനിക്കറിയില്ല, ഇനി ഇവിടെയും കൂടെ നിന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് അമ്മയുടെ സഹായം എനിക്ക് വേണം എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു നീ കണ്ണടക്കി, ഞാൻ നോക്കാം, പിന്നെ നോക്കാം, അവരൊക്കെ ഒളിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒളിച്ചു. ഇപ്പൊ പതുക്കെ കണ്ണ് തുറക്കണോടൊപ്പം ആരോഗ്യം പറഞ്ഞു ആ കണ്ണ് അവൻ പറ്റിക്കുന്നുണ്ട് വീണ്ടും എന്ന് പറഞ്ഞു. അപ്പോൾ യശോദറാണി പറഞ്ഞു നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ കണ്ണടച്ചോളാം. എന്നിട്ട് യശോദറാണി കണ്ണടച്ചു. എന്നിട്ട് യശോദറാണി തന്നെ എണ്ണുന്നുണ്ട്. യശോദറാണി കണ്ണടച്ചപ്പോൾ ബാലഗോപാലൻ ഒന്നും കാണുന്നില്ല. അവസാനം കണ്ണ് തുറന്നു. എണ്ണം കഴിഞ്ഞപ്പോൾ ഒളിച്ചു, എല്ലാവരും ഒളിച്ചു. അവസാനം ഇനി കണ്ടുപിടിക്കാൻ നേരത്ത് കണ്ണം തുറന്നു. എനിക്ക് അറിയില്ല, എന്ത് അമ്മ സഹായിക്കണം. അമ്മ നമ്മുടെ അമ്മമാരെ പോലെ തന്നെ കുട്ടികളോടൊരു വാത്സല്യം കൂടുതലാണ്. യശോദാണിക്ക് ഒരുപാട് കൂടുതലാണ്. നമ്മുടെ അമ്മമാരുടെ വാത്സല്യം അതിന്റെ ഒരു ചെറിയ ലിമിറ്റേഷൻ മാത്രമാണ്. ശരി, യശോദാണി പറഞ്ഞു
നീ പതുക്കെ എൻ്റെ അടുത്ത് വാ, എന്റെ വായ അനങ്ങുന്നത് നീ കാണരുത്, അടുത്ത് വന്ന് നിൽക്കും, ഞാൻ പറഞ്ഞുതരാം. അമ്മ അപ്പൊ കൃഷ്ണൻ എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്ക, ഇങ്ങോട്ട് മുഖം തിരിക്കണ്ട, അങ്ങോട്ട് ചെരിഞ്ഞ് നിന്ന് നീ ചെവി ഭാഗം മാത്രം ഇങ്ങോട്ട് വെച്ചാൽ മതി, ഞാൻ പതുക്കെ നിന്റെ ചെവിയിൽ പറഞ്ഞുതരാം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ശരി ശരി ഓക്കെ ഓക്കെ. അപ്പൊ അവരൊക്കെ നോക്കുന്നുണ്ട്, കുറച്ചുപേരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അവിടെ ഇവിടെ വിളിച്ചിരുന്നു എന്താ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ പതുക്കെ പതുക്കെ യേശുദാണി പറഞ്ഞു, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മധുമങ്ങളുണ്ട്, ഇവിടെ പോയി കഴിഞ്ഞാൽ മറ്റാളുകളെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം കൃഷ്ണൻ ഓരോരുത്തരെയും പിടിച്ചു. അവസാനം ശ്രീരാമനെ മാത്രമേ അമ്മയും കണ്ടിട്ടില്ല എവിടെ വിളിച്ചിരുന്നത്. യശോദരാണിയുടെ ഒരു കരവട്ടത്തിൽ പോയി ശ്രീരാമനെ മാത്രം കിട്ടിയില്ല. അവസാനം എല്ലാവരും ബാക്കി എല്ലാവരും പുറത്തു വന്നു. അപ്പോൾ അതിനുശേഷം വല്ലഭചാരി പറയുന്നു, ആ കളി അവസാനം ശ്രീരാമനെ കാണാൻ പറ്റാതെ യശോദരാണി പിന്നെ വിളിക്കുകയാണ് ചെയ്യുന്നത് ശ്രീരാമനെ. അതായത് ശ്രീരാം കളി കഴിഞ്ഞു, നിന്നെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, നീ തിരിച്ചു വന്നു, കഴിഞ്ഞു, കളി അവസാനിച്ചു, ഇനി ഞാൻ നല്ല പ്രസാദം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം, അങ്ങനെ കളി അവസാനിക്കും. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് ലീലകൾ കൃഷ്ണനെ കുറിച്ചുണ്ട്. ഇതെല്ലാം ഇങ്ങനെയുള്ള പല ലീലകളും കൃഷ്ണലീലകളും ഈ സാധുശ്രീ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അമ്മയ്ക്ക് കണ്ടിട്ടില്ല ഈ കുട്ടിയെ, പക്ഷെ വല്ലാതെ ആകർഷണം തോന്നുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരോട് ചോദിച്ചു, ഇതാരെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? മയ്യക്ക് അറിയില്ല, ഇത് നന്ദ മഹാരാജന്റെ യശോദരാണിയുടെ പുത്രനാണ്. എവിടെയാണ് അവർ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെയുള്ള യമുന കടന്ന് പോയി ഗോകുലം എന്ന് പറയുന്ന ഗ്രാമമുണ്ട്, യമുന ക്രോസ് ചെയ്ത് പോയി പിന്നെ ഒരു 7-8 മൈൽ അകത്തോട്ട് നടക്കണം, അവിടെയാണ് ഗോകുലം ഗ്രാമം വരുന്നത്. അവിടെയാണ് കണ്ണനോട് കൃഷ്ണൻ ഈ കുട്ടി ഗോപാൽ ഉള്ളത് നന്ദ മഹാരാജന്റെയും യശോദരാണിയുടെയും പുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ കഥകളെല്ലാം കേട്ട് ഒരുപാട് ആകർഷണം തോന്നിയോട് ചോദിച്ചു, കാണാൻ വല്ല മാർഗമുണ്ടോ? ഇങ്ങനെയല്ലേ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അമ്മ അവരോട് ഗോപസ്ത്രീകളോട് ചോദിക്കുകയാണ്. ഗോപസ്ത്രീകൾ പറഞ്ഞു, കാണാൻ മാർഗമുണ്ട്, ഇതേപോലെ ഞങ്ങൾ പറയുന്ന പോലെ പോയാൽ മതി, ഇന്ന സ്ഥലത്താണ്. അപ്പോൾ വേറൊരു സ്ത്രീ ഓടി വന്നു, നിങ്ങൾ പറയുന്നത് ആ ബാൽഗോപാലിനെ കുറിച്ച് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അവരെല്ലാവരും ഓടി വരുന്നു, നമ്മുടെ ഈ അമ്മയും ഇരുന്നു. അവസാനം അമ്മയുടെ കണ്ണിലൊക്കെ കേട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുവാണ്. ആളെ കണ്ടിട്ടില്ല, പക്ഷെ ആ ആകർഷണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെ കുറിച്ച് ആ ശ്രവണത്തിലൂടെ ഭഗവാനോടുള്ള ആകർഷണം തോന്നുവാണ് അമ്മയ്ക്ക്. കൂട്ടത്തിൽ എല്ലാ ഗോപസ്ത്രീകളും കൃഷ്ണകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേറൊരു സ്ത്രീ വന്ന് അവിടെ കഥ പറയുവാണ്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞ് ആ അമ്മ പറയുവാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാൻ ഇങ്ങനെ പോയി ഇതേപോലെ കണ്ണനെ കുറിച്ച് കേട്ട് ഞാൻ അവിടെ പോയി വീട്ടിൽ പോയപ്പോൾ കണ്ണനും കൂട്ടുകാരും ബലരാമനും എല്ലാവരും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം ഈ സ്ത്രീ അവിടെ പുറത്ത് നിൽക്കുകയാണ്. പുറത്തു നിന്ന് കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളികൾ കണ്ട് സ്ത്രീ ആ ഗോപസ്ത്രീ വേറെ ഒരു ലോകത്തായി. കാര്യം ഈ ലീലകൾ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പുറത്തു വന്നു, അതായത് അടുത്ത് വന്നു, ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മ എന്നിട്ട് അവിടെ നിൽക്കില്ലെന്ന് ചോദിച്ചു. കുറെ നേരം ഞാൻ കാണുന്നു, ഇതുവരെ കണ്ടിട്ടില്ല, അമ്മ ഇതുവരെ കണ്ടിട്ടില്ല, ആരാണെന്ന് നിങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു. ആ സമയത്ത് എന്താ പറയേണ്ടതെന്ന് പോലും ഇവർ മറന്നുപോയി. കാര്യം സംഭവമാണ് വന്നത് കണ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ വന്ന് ചോദിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല അവർക്ക്. നേരിട്ട് വന്ന് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം വേണ്ടേ. പെട്ടെന്ന് അമ്മ നോക്കിയപ്പോൾ അവിടെ യശോദരാണിയുടെ അറിയാം 9 ലക്ഷം പശുക്കളുള്ള സ്ഥലമാണ്. 9 ലക്ഷം പശുക്കൾ ഉള്ള സ്ഥലത്ത് പാലിന്റെ കൂട്ടത്തിൽ വേറൊരു സാധനം കൂടി ഉണ്ടാവും. എന്താ വേണ്ടയോ? തൈരോ? ചാണകം ഉണ്ടാവില്ലേ? പാലിനേക്കാൾ കൂടുതൽ ചാണകം ഉണ്ടോ? 9 ലക്ഷം പശുക്കളുടെ ചാണകത്തിന്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് ചോദിക്കരുത്. എന്തായാലും ഉണ്ട്. അപ്പൊ ഇവിടെ ചാണകം ഉണക്കി നിങ്ങളിപ്പോൾ വൃന്ദാവനത്തിലേക്ക് പോവുകയാണെങ്കിൽ കാണാം. ഇതൊക്കെ ഇപ്പോഴും അവിടുത്തെ വില്ലേജസിൽ പോകുമ്പോൾ ചാണകം ഉണക്കി ഇങ്ങനെ പരത്തി ചപ്പാത്തി പോലെ പരത്തി ഇങ്ങനെ വഴിയിലൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചുമരത്തിന് അടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ വീട്ടിൽ അടക്കി വെച്ചിട്ടുണ്ട്, മുറ്റത്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയണ്ടേ. അമ്മ പറഞ്ഞു, ശരിക്കും ഞാൻ വന്നത് ഈ കുറച്ച് ചാണകം ഉണക്കിയത് എനിക്ക് ആവശ്യമുണ്ട്, വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കണ്ണൻ പറഞ്ഞു, അതാണോ? ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, നന്ദമഹാരാജിന് 9 ലക്ഷം പശുക്കളുണ്ട്, നിറച്ച് ചാണകമുണ്ട്, കൊണ്ടുപോകും, എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു,
ഞാൻ തരാം, എത്ര വേണമെങ്കിലും തരാം. അപ്പോൾ കണ്ണനാണെങ്കിൽ പറഞ്ഞു ഓക്കെ. കണ്ണൻ ചിന്തിച്ചു, കിട്ടിയൊരു അവസരമാണ്, അങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മാത്രം പോരല്ലോ, ഇങ്ങോട്ട് എന്തെങ്കിലും വേണ്ടേ. കണ്ണൻ പറഞ്ഞു ഞാൻ തരാം, എനിക്കെന്ത് തരും ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഗോപശ്രീ അവരുടെ വീട്ടിലും പശുക്കളുള്ളതാണ്. പറഞ്ഞു നീ ഓരോ ചാണകത്തിന്റെ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒരു ഉണ്ട വേണ്ട തരാം. കൃഷ്ണൻ പറഞ്ഞു നല്ല ഡീലാണത്, ശരി എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. കൃഷ്ണൻ ഓടുന്നു, പറ്റുന്നത്ര എടുത്തുകൊണ്ടു. അപ്പോൾ അതിനിടയിൽ ആദ്യത്തെ പ്രാവശ്യം കൊണ്ടുകൊടുത്തു. അപ്പൊ 3-4 കയ്യിലുണ്ട്, കുട്ടിയല്ലേ, അവൻ അത്ര എടുക്കാൻ പറ്റുള്ളൂ, കണ്ണൻ അത്ര എടുക്കാൻ പറ്റും, കൊണ്ടുകൊടുത്തു. 3-4 കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇനി കണക്ക് എങ്ങനെ വയ്ക്കും ചോദിച്ചു. ആ സമയത്ത് ഈ അമ്മ പറഞ്ഞു, ഗോപശ്രീ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കണക്ക് ഞാൻ വെച്ചോളാം. നീ ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ എത്ര എണ്ണം കൊണ്ടുവരുന്നുണ്ട് അതനുസരിച്ച് നിന്റെ മുഖത്ത് ചാണകം കൊണ്ട് തന്നെ ഒരു കുത്തിടാം. പാവം കൃഷ്ണൻ 4 എണ്ണം കൊണ്ടുവന്നു, 4 കുത്തായി, 4 ഉണ്ടകളായിട്ടുണ്ട്. അവൻ അടുത്തത് പോയി കൊണ്ടുവന്നു. കൃഷ്ണൻ സന്തോഷമായി, കാരണം ചിന്തിക്കണം 4 അപ്പൊ 4 ഉണ്ടേ, 4 എണ്ണം കിട്ടും. ഇനി ഫുൾ കാൽക്കുലേഷനിലാണ് കൃഷ്ണൻ. അതിന് ഓടുന്നു, പോകുന്നു, മാക്സിമം എടുത്ത് കൊണ്ടുവരുന്നു, കൊടുക്കുന്നു. നോക്കിയപ്പോൾ പതുക്കെ കൊണ്ടുവന്ന് ഇതെല്ലാം നിറഞ്ഞു തുടങ്ങി കാണുന്നത്. ആ സമയത്ത് ഈ അമ്മ എന്താ പറയണ്ടേന്ന് അറിയാതെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു മതി, എനിക്ക് മതിയായി എനിക്ക് വിശന്നു തുടങ്ങി, ഇത്രയും പണിയെടുത്തതാണോ പാവം, എനിക്കിത് വേണം. പെട്ടെന്ന് അമ്മ പറഞ്ഞു യശോദ വരുന്നുണ്ട് പറഞ്ഞു, വേഗം മുഖം കഴുകിക്കൊള്ളാൻ പറഞ്ഞു. യശോദ വരുന്നത് കണ്ടപ്പോൾ കണ്ണൻ ഒന്നും ചിന്തിച്ചില്ല, പോയി മുഖമൊക്കെ ക്ലീൻ ചെയ്തു പോയി. അവസാനം യശോദയൊന്നും ഇല്ല അവിടെ. അപ്പോൾ എവിടെ യശോദ നോക്കിയപ്പോൾ യശോദ കാണിയില്ല. കണ്ണൻ പറഞ്ഞു യശോദ അമ്മ വന്നിട്ടില്ലല്ലോ. എന്താ പറഞ്ഞ അമ്മ വന്നു ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇപ്പൊ അമ്മയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കണ്ണൻ പറഞ്ഞു ശരി എന്തായാലും ഞാൻ തരാനുള്ളത് തന്നു, എനിക്ക് തരാനുള്ളത് തരാൻ പറഞ്ഞു. എന്ത് അപ്പൊ എങ്ങനെ നീ ഇതൊക്കെ കൊണ്ടുവന്നു, എങ്ങനെയാണ് കണക്കുള്ളത്? കണക്ക് എന്റെ മുഖത്ത് മയ്യ ഇത് കൂടിപ്പോയി, കരഞ്ഞു തുടങ്ങി പാവം ഭാർഗവ് പറഞ്ഞു എന്നെ പറ്റിച്ചു, ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. വിഷമമായി. കണ്ണന് വിഷമമായപ്പോൾ പതുക്കെ കരയാനുള്ളൊരു തുടക്കം വന്നപ്പോൾ അമ്മ അടുത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ തരാം, നീ സമാധാനമായിട്ട് നിനക്ക് ഞാൻ വേണ്ടയൊക്കെ തരാം. ആ സമയത്ത് കൃഷ്ണൻ ഈ സ്ത്രീയെ മയ്യാന്ന് വിളിച്ചു, അമ്മാന്ന് വിളിച്ചു. അപ്പോൾ ഇതെല്ലാം കഥകൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ പറയുന്ന പഴം വിൽക്കുന്ന ആദിവാസി സ്ത്രീ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മാന്ന് വിളിച്ചു എന്ന് കൂടെ കേട്ടപ്പോൾ ആ അമ്മയ്ക്ക് അത്ഭുതമായി. ഈ കുട്ടി അമ്മാന്നൊക്കെ വിളിക്കുമോ, നമ്മള് അങ്ങനെയൊക്കെയാണോ, അത്രയും സ്നേഹമാണോ ഈ ബാലഗോപാലൻ? എനിക്ക് എന്തായാലും കാണണം, അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, എനിക്ക് എന്തായാലും പോകണം, നിങ്ങൾ വഴി പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴിയെല്ലാം മനസ്സിലാക്കി. അടുത്ത ദിവസം അമ്മ തീരുമാനിച്ചു ഞാൻ കൃഷ്ണനെ കാണാൻ, ഈ ബാലഗോപാലിനെ കാണാൻ, നന്ദഗോപാലിനെ കാണാൻ പോകണമെന്ന് തീരുമാനിച്ച് കാലത്ത് എഴുന്നേറ്റ് നേരത്തെ പറഞ്ഞ പോലെ കാട്ടിലേക്ക് പോയി ഇതെല്ലാം പഴങ്ങളെല്ലാം അതിമധുരമുള്ള പഴങ്ങളെല്ലാം പറിച്ചു കൊണ്ടുവന്നു, കൊട്ടയിലാക്കി. അങ്ങനെ യമുന തീരത്തെത്തി. യമുന ക്രോസ് ചെയ്ത് പോയിട്ട് വേണം 7 മൈൽ നടക്കാൻ. യമുന ക്രോസ് ചെയ്യാൻ വേണ്ടി ബോട്ടുകാരൻ നിന്നിട്ടുണ്ട്. ബോട്ടുകാരനോട് പറഞ്ഞു എന്നെ അക്കരയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് നാണയം വേണം, പൈസ വേണമെന്ന് പറഞ്ഞു. ഇവരുടെ എന്ത് പൈസയാണുള്ളത്? ഇതിലൊന്നുമില്ല, നേരത്തെ പറഞ്ഞില്ല, ഇവരുടെ ആകെയുള്ളത് പഴമാണ്. അമ്മ പറഞ്ഞു ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് തരാം. ഫ്രൂട്ട്സ് നടക്കില്ല, നാണയം തന്നെ വേണം. അവസാനം പറയുന്നു നമ്മുടെ ആചാര്യന്മാരെ, അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ സ്വന്തമായിട്ടൊരു ചങ്ങാടം ഉണ്ടാക്കുവാണ്. അവിടെ പോയി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് ചങ്ങാടമൊക്കെ ഉണ്ടാക്കി അതിന്റെ മുകളിൽ ഈ കൊട്ടയെല്ലാം കയറ്റി വെച്ച് അമ്മയും കയറിയിരുന്നു തുഴഞ്ഞ് അവിടെ ക്രോസ് ചെയ്ത് പോകുന്നു. ആലോചിച്ച് നോക്കൂ, കേട്ടിട്ടേ ഉള്ളൂ കണ്ണനെ കുറിച്ച്, കുറച്ചു നേരം കേട്ടിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും കാണാനുള്ള ആ ഒരു ആസക്തി അവരുടെ ഹൃദയത്തിൽ വരുവാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് തുഴഞ്ഞ് പ്രാവും 70 വയസ്സിന് മുകളിലുള്ള പ്രായമായിട്ടുള്ള സ്ത്രീയാണ് ആക്ച്വലി. എന്നാലും ഇതെല്ലാം കഷ്ടപ്പെട്ട് പോയി ക്രോസ് ചെയ്ത് അപ്പൊ തീരത്തെത്തി. അവിടെ എത്തി ചങ്ങാടം മാറ്റി വെച്ചു, കാര്യം തിരിച്ചു പോകേണ്ടതാണ്. കാര്യം ഇവര് ആദിവാസി സ്ത്രീ ആയതുകൊണ്ട്
ആദിവാസി സ്ത്രീ ആയതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പോയി നിൽക്കാൻ പറ്റില്ല, അവർക്ക് തിരിച്ചു പോകണം. കാര്യം ഗ്രാമങ്ങളിൽ വന്നാലും എന്തെങ്കിലും നിൽക്കാൻ വേണ്ടി വന്നാലും തിരിച്ചു പോകണമെന്നാണ് നിയമം. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടും ബോട്ട് വേണ്ടേ, അല്ലെങ്കിൽ എന്താ ചങ്ങാടം വേണം. അതുകൊണ്ട് അത് മാറ്റിവെച്ചു ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ കൊട്ടയമായി നടക്കുവാണ് അമ്മ. പഴം വിൽക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ 7 മൈലോളം അകത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകൾ കാണുമ്പോഴും അമ്മ നോക്കുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ. കാര്യം ആ രൂപത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ രൂപം അങ്ങനെ മനസ്സിലുണ്ട്, കൃഷ്ണന്റെ രൂപം മനസ്സിലുണ്ട്. അപ്പോൾ ആ രൂപമെല്ലാം കേട്ടതെല്ലാം ഓർത്തുകൊണ്ട് അമ്മ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ, നീല നിറത്തിൽ ശ്യാമ നിറത്തിൽ ആരെങ്കിലും ഉണ്ട്. കൃഷ്ണനെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സ്പെഷ്യൽ കളറാണ്. അപ്പോൾ അങ്ങനെ ആരെയും കാണുന്നില്ല. അങ്ങനെ നടന്ന് കുറെ പോയി പഴം വിൽക്കാറുണ്ട് എന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നടന്ന് അന്ന് ഏകദേശം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കാൻ സാധിക്കില്ല, തിരിച്ചു പോകണം. അമ്മ വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോകാൻ നേരത്തെ ഇതുപോലെ ചങ്ങാടത്തിൽ പോകുന്നു, അപ്പുറത്തെത്തുന്നു, വീട്ടിൽ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം വീണ്ടും വരാൻ തീരുമാനിക്കുകയാണ്. കാര്യം കാണാൻ പറ്റിയില്ല ആദ്യത്തെ ദിവസം. ഇനി അതോടെ അമ്മ ഉപേക്ഷിച്ചില്ല, നമ്മളെ പോലെയല്ല, നല്ല നമ്മളാണെങ്കിൽ അതോ ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല, വീട്ടിൽ കളയാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. എന്നാൽ ഈ അമ്മ വിചാരിച്ചു ശരി ഇന്നും സാധിച്ചില്ല, എനിക്ക് സാധിച്ചില്ല, നാളെ നോക്കാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം എഴുന്നേറ്റ് അമ്മ വീണ്ടും കാട്ടുകളിലേക്ക് പോയി. ആ ഇന്നലെ കളക്ട് ചെയ്ത പഴം ഒന്നും കൊണ്ടുപോകുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങൾ വീണ്ടും എടുക്കാൻ പോയി. എന്നിട്ട് കൃഷ്ണന് കൊടുക്കാൻ വേണ്ടി, കണ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആയി കൊട്ടയിൽ നിറച്ചു. കാലത്ത് തന്നെ വേറെ എവിടെ പോകുന്നില്ല, വിൽക്കലൊക്കെ നിർത്തി തൽക്കാലം. ഇനി ആളെ കണ്ടിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, എനിക്കൊന്നും വേണ്ട, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ല തീരുമാനിച്ചിറങ്ങി അമ്മ. അങ്ങനെ വീണ്ടും ആ ചങ്ങാടമായിട്ട് അമ്മ ക്രോസ് ചെയ്ത് പോകുന്നു. അവിടെ എത്തി വീണ്ടും നടക്കണം. ഓരോ ദിവസവും, ഒരു ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം ആയപ്പോഴേക്കും അമ്മയുടെ ഹൃദയത്തിലുള്ള ആ ആഗ്രഹം, ആസക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പഴം വിൽക്കാനുണ്ട്, പഴം എന്ന് പറയുന്നതിന് പകരം ഗോവിന്ദ ഗോപാല, ഓ ദാമോദര എന്ന് പറഞ്ഞ് വിളിച്ചു തുടങ്ങി. അവസാനം അമ്മയ്ക്ക് ഓർമ്മയില്ല, ഗോവിന്ദനെ കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ചുപേരെ പുറത്തേക്ക് ചാടി വന്നേ, ആരെ ഗോപാൽ, നമ്മുടെ കണ്ണനെ കുറിച്ചുള്ള പേരല്ലേ. ഇവരെയൊക്കെ ആരാണിത് പേര് വിളിക്കുന്നത്? സംഭവമൊന്നുമില്ല. അമ്മ ആ ഒരു അതീന്ദ്രിയ അവസ്ഥയിലാണ്. ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുവാണ്. നോക്കി 2ാമത്തെ ദിവസവും നടന്നു, ക്ഷീണിച്ചു. അമ്മ ക്ഷീണിക്കുന്നു, പക്ഷേ കണ്ണനെ കാണാൻ പറ്റുന്നില്ല. വിഷമമായി രാത്രി തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസം വീണ്ടും ഇതേപോലെ കാലത്ത് പോയി പുതിയ പഴങ്ങൾ കൊണ്ടുവന്നു. തിരിച്ചു ഇവിടെ വന്നു, യമുന ക്രോസ് ചെയ്തു, അവിടെ പോയി നടന്നു. വിളിക്കുന്നുണ്ട് കൃഷ്ണനെ, പേര് വിളിച്ചു തുടങ്ങി. ഇപ്പൊ പഴം വിൽക്കാനുള്ളതെല്ലാം മാറ്റി പിന്നെ ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞ് കീർത്തനം ചൊല്ലി തുടങ്ങി. ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവേതി. 3ാമത്തെ ദിവസം കഴിഞ്ഞു, കാണാൻ പറ്റിയില്ല. എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ചു. തിരിച്ചു വന്നു. അമ്മ തീരുമാനിച്ചു, ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകും. കാര്യം ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. ഒരു ദിവസം കൂടെ ഞാൻ പോകും. ഇത്തവണ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് യമുനയിൽ ചങ്ങാടത്തിൽ കയറില്ല, മറിച്ച് ഞാൻ യമുനയിൽ ചാടും എന്ന് തീരുമാനമെടുത്തു. പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്നു, കൊട്ടയിലാക്കി പോയി നടന്നു തുടങ്ങി. 4ാമത്തെ ദിവസമാണ് അല്ലേ? 4ാമത്തെ ദിവസം നടക്കുവാണ്. അങ്ങനെ ഗോവിന്ദ ദാമോദര എന്ന കീർത്തനം ചൊല്ലിക്കൊണ്ട് നടക്കുന്നു. അവസാനം ഓരോ ദിവസം ഓരോ പുതിയ വഴിയിലൂടെയാണ് പോകുന്നത്. കാര്യം ആദ്യം പോയ വഴിയിൽ കാണാതെ വന്നപ്പോൾ അടുത്ത വഴിയിലൂടെ, അങ്ങനെ ഓരോ ദിവസം. ഇന്നത്തെ ദിവസം അമ്മനുള്ളിൽ വിചാരിക്കുന്നുണ്ട്, ഇന്ന് കണ്ണനെ കണ്ടില്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കും, എനിക്കിനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒന്നാമതേ ആരുമില്ല, എനിക്ക് എൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ ഈ കുട്ടിയെ മാത്രം കണ്ടാൽ മതി, എനിക്ക് അതിൻ്റെ വേറെ ഒന്നും ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ നടക്കുന്നത്. അങ്ങനെ ദാമോദര മാധവ എന്ന് പറഞ്ഞ് നടക്കുന്നു. ഉറക്കെ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുറെ ആയപ്പോൾ 3 ദിവസം പരീക്ഷിച്ചു കണ്ണൻ. 4ാമത്തെ ദിവസമാണ്. ഇനി അമ്മ തീരുമാനമെടുത്തതും കണ്ണൻ അറിയാം. കണ്ണൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരുടെയും.
കണ്ണന് മനസ്സിലായി ശരിക്കും അമ്മ പറഞ്ഞതാണ്, ചിലപ്പോൾ യമുനയിൽ ചാടുമെന്നുള്ളത് ഉറപ്പാണ്. മനസ്സിലായി ഇനി പരീക്ഷിക്കേണ്ട എന്ന് തോന്നി. അപ്പോൾ കണ്ണന്റെ നന്ദമഹാരാജന്റെ വീടിന്റെ മുമ്പിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ ദാമോദര എന്ന് വിളിക്കുന്നുണ്ട്. ആ സാധു സ്ത്രീ ആകെ 4 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. കാര്യം വേറെ എല്ലാം മാറ്റിവെച്ച് കണ്ണനെ കാണണമെന്നുള്ളൊരു ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ശരീരം അവരെ ക്ഷീണിക്കുന്നുണ്ട്. പക്ഷെ ഗോവിന്ദ ദാമോദര എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുവാണ്. ആ സമയത്ത് യശോധരാണിയുടെ മടിയിലിരിക്കുന്നു ബാൽഗോപാൽ. ബാൽഗോപാൽ കേൾക്കുന്നു, ആരോ എന്നെ വിളിക്കുന്നു. ബാൽഗോപാൽ കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നു? ചാടി എഴുന്നേൽക്കുന്നു. വിളിക്കുന്ന ആരാണോ വിളിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ്, ഓടുവാണ്. വീടിനകത്തുനിന്ന് വലിയ വീടാണ് നന്ദമഹാരാജന്റെ. ആ വീടിന്റെ പൂമുഖത്തിൽ നിന്ന് ഇറങ്ങി ഓടുവാണ്, പുറത്തേക്ക് ഓടുവാണ്. പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അവൾ പോകുന്ന സമയത്ത് അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. യശോധരാണി ആരെങ്കിലും എന്തെങ്കിലും വിൽക്കാനൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള എന്തെങ്കിലും കൊടുക്കും. ഒന്നുമില്ലെങ്കിൽ വെണ്ണയാവും, പാലാവും, അല്ലെങ്കിൽ അരിയാവും, എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും. കാര്യം അതാണ് സിസ്റ്റം. അപ്പോൾ കൃഷ്ണൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവിടെ കാണുന്നത് ഒരു ചാക്കില് കുറച്ച് അരി ഇരിക്കുന്നത് കണ്ടു. ഉടനെ തന്നെ കൈ ഇട്ടു. ഒരു കൈ അതിൽ ഇട്ട് ഒരു പിടി അരി എടുത്തു. ബാൽഗോപാൽ ആദ്യം എത്രയുള്ളൂ? ചെറുതാ. രാധകുട്ടിയുടെ കൈ എത്രയുണ്ടാവും? അത്രയുള്ളൂ. അതിനകത്ത് എത്ര അരി ഉണ്ടാവും? കാരണം പക്ഷെ വലിയൊരു കാര്യം ചെയ്ത പോലെ അതെല്ലാം എടുത്ത് ഓടുവാണ്. ആരാണ്? അപ്പൊ ബാൽഗോപാൽ ഓടുമ്പോൾ ഒന്ന് ആ ഒരു രൂപം ഒന്ന് ഓർത്ത് നോക്കും. എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ കുണ്ടലമൊക്കെ അടിക്കുന്നുണ്ട്, അരഞ്ഞാണമുണ്ട്, കോടകം മാത്രമേ ഉള്ളൂ. 2 വയസ്സുള്ള കുട്ടിക്ക് യശോധരാണി ചൂടുകാലത്ത് എത്രയും ചെറിയൊരു മുണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്, വെറുതെ ഇട്ട് കൊടുക്കില്ല. ബാൽഗോപാൽ ഓടുവാണ്. അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മിക്കുന്നത്. വേറൊരു ആചാര്യൻ അദ്ദേഹം പറയുന്നു, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ബ്രജഭാഷയിൽ. तू है सखी बड़ भाग बड़ी, नंदलाल तेरे घर आवत है. तू है सखी बड़ भाग बड़ी, नंदलाल तेरे घर आवत है. ഇത് ശ്രീപാദ് വല്ലഭാചാര്യരുടെ ഒരു ശിഷ്യൻ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം പറയുവാണ്, ഓ സഖി, നീ വലിയ ഭാഗ്യശാലിയാണ്. കാര്യം നന്ദകുമാർ കൃഷ്ണൻ നിന്റെ വീട്ടിലേക്ക് വെണ്ണ കക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം, ഈ ആചാര്യൻ ഇതെല്ലാം കാണുന്നത് അദ്ദേഹത്തിന്റെ മെഡിറ്റേഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ധ്യാനത്തിലാണ്. അദ്ദേഹം ഒരു ലീല കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ബാൽഗോപാലൻ ധോത്തി പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് പോയത്. ധോത്തി ഓണത്തിലേക്ക് പറഞ്ഞപ്പോഴാണ് എന്റെ ശ്രദ്ധ മാറിപ്പോയത്. പക്ഷെ ടോപ്പിക്കിൽ തന്നെയാണ്, മാറുന്നില്ല. ആ സമയത്ത് അപ്പോൾ ഇദ്ദേഹം കാണുന്നു ബാൽഗോപാൽ വെണ്ണ കക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോയിരിക്കുന്നു. അവിടെ ഒരു സ്റ്റൂളിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കയറി നിൽക്കാനൊരു സ്റ്റൂൾ പോലെ എന്തുകൊണ്ട് അതിന്റെ മുകളിൽ കയറി ബാൽഗോപാൽ വെണ്ണയുടെ കലം വലിക്കാൻ നോക്കുവാണ്. അപ്പോൾ കലം കുറച്ച് മുകളിലാണ്. അപ്പോൾ അദ്ദേഹം ഇത് വേനൽക്കാലം ആയതുകൊണ്ട് യശോധരാണി ചെറിയൊരു ധോത്തി പിടിപ്പിച്ചു കൊടുത്തിരുന്നു. ബാൽഗോപാൽ ഒരു മഞ്ഞ കളറുള്ള പീതാംബരം, ചെറുതാണ്, ഇത്രയേ ഉള്ളൂ, മുട്ടുവരേ ഉള്ളൂ. അപ്പോൾ ഇത് ഉടുപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണൻ ഓടി വന്ന് ഇത് പിടിച്ച് വലിക്കുവാണ്. ഇതിന്റെ മുകളിൽ കയറി ഇത് വലിക്കുവാണ്. അപ്പോൾ ആചാര്യൻ ഇങ്ങനെ അദ്ദേഹം തന്നെ മെഡിറ്റേഷനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിക്കുന്ന സമയത്ത് വലിച്ചിട്ട് കിട്ടുന്നില്ല, താഴെ വരുന്നില്ല. കാര്യം മുഴുവൻ പിടിക്കാൻ പറ്റുന്നില്ല. വലിക്കുന്നു കിട്ടുന്നില്ല. ഇങ്ങനെ വലിയുടെ ഒരു ശക്തി കൂടിയപ്പോൾ താഴെയുള്ള ധോത്തിയുടെ ശക്തി കുറഞ്ഞു. ധോത്തി പതുക്കെ ഊരി തുടങ്ങി. അപ്പോൾ ബാൽഗോപാലിന് മനസ്സിലായി ഊരുന്നുണ്ട്. ഒരു കൈ പിടിച്ചു, ഒരു കൈ കൊണ്ട് വലിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം മെഡിറ്റേഷനിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആചാര്യൻ ചിന്തിക്കുകയാണ്, ഞാൻ പോയി സഹായിച്ചാലോ? ധോത്തി ഊരി പോകുന്നുണ്ട്. പിടിച്ചു വലിക്കുന്നു, ഒരു കൈ കൊണ്ട് വലിച്ചു നോക്കി, അപ്പൊ കിട്ടുന്നില്ല. അവസാനം കൃഷ്ണൻ തീരുമാനിച്ചു, ധോത്തി വേണോ വേണോ. അവസാനം ഒരു തീരുമാനത്തിലെത്തി, എനിക്ക് ധോത്തി വേണ്ട. ഒറ്റ വലിയാണ്. ആ സമയത്ത് ധോത്തി പോകുന്നു. ഈ ആചാര്യൻ മെഡിറ്റേഷനിൽ കാണുവാണ്. ഇത് സംഭവിക്കുമ്പോൾ ഇത് പിടിക്കുന്നു, ധോത്തി താഴെ പോകുന്നു. കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് 2 കൈകളോടെ വന്ന് ധോത്തി പിടിച്ചിട്ടുണ്ട്.
വിഷ്ണു കൃഷ്ണന്റെ ശരീരത്തിൽ വിഷ്ണു നിന്ന് വേറെ രണ്ട് കൈകൾ വന്ന് ആ ധോത്തി വിടാതെ പിടിച്ച് കെട്ടിക്കൊടുക്കുന്നു. ഇദ്ദേഹം മെഡിറ്റേഷൻ പുറത്തേക്ക് ഇറങ്ങി. എന്ത് സംഭവിച്ചു? ചതുർഭുജ. ഇന്നും വൃന്ദാവനത്തില് ഇത് വെറുതെ പറയുന്നല്ല, വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ഒരേ ഒരു അമ്പലത്തിലെ ചതുർഭുജ മൂർത്തിയായിട്ട് കൃഷ്ണൻ ബാലഗോപാൽ 4 കൈകളുള്ള വിഷ്ണു രൂപത്തിൽ, വിഷ്ണു രൂപമല്ല 4 കൈകളുണ്ട് ചതുർഭുജ. വേറെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ അപ്പോൾ അവിടെ ആ ആചാര്യന്റെ ഓർമ്മയിൽ അവിടെ ഒരു മൂർത്തി വന്നിട്ടുണ്ട്. ഈ ആചാര്യൻ അദ്ദേഹത്തിന്റെ മകനെ തന്നെ ചതുർഭുജ ദാസ് എന്നുള്ള പേര് മുട്ടുകൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ മകന്. കാര്യം ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള ഒരു ലീലയാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതുന്നതാണ് ഞാൻ നേരത്തെ പാടിയത്. തുഹേ സഖിയോ സഖി. ആ സഖിയോട് പറയണം, ആരുടെ വീട്ടിലാണ് കയറിയിട്ടുള്ളത് വെള്ളം കെട്ടാൻ വേണ്ടി, അവരോട് പറയണം ഇന്നെ പോലെ ഭാഗ്യം ചെയ്തിട്ടുള്ള വേറെ സ്ത്രീയില്ല. ഒരുപാട് ഭാഗ്യം ഭാഗ്യവഴി നന്ദലാൽ തെരെ ഘർ ആവത് ഹേ. तू अपनो श्रृंगार करत है, तू अपनो श्रृंगार करत है, ये दर्पण दिखावत है. കൃഷ്ണൻ ഇവര് ശൃംഗാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗോപശ്രീ കൃഷ്ണൻ അവിടെ നിന്ന് കണ്ണാടി കാണിച്ചു കൊടുക്കുന്നു, ദർപ്പൺ കാണിച്ചു കൊടുക്കുകയാണ് ആ അമ്മയ്ക്ക് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ആ ഒരു ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. അത്രയും ഭാഗ്യമോ തൂവോ സഖി, ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഒരു ധോത്തിയാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ബാൽഗോപാൽ ഇതേപോലെ കുട്ടി ധോത്തിയായിട്ടാണ് ഓടുന്നത്. അങ്ങനെ ഓടി അവിടെ എത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? എന്തെങ്കിലും ഉണ്ടാവും കയ്യില്? നോക്കി പറഞ്ഞു, എനിക്ക് ഈ കൊട്ടയിലെ എല്ലാ പഴങ്ങളും വേണമെന്ന് കൃഷ്ണൻ പറഞ്ഞു ആദ്യം തന്നെ. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, ഒന്നാമത് കണ്ണനെ കണ്ടപ്പോൾ തന്നെ പകുതി ബോധം പോയി ആ സ്ത്രീയുടെ. ആ സമയത്ത് ഈ അമ്മ പറഞ്ഞു എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു. കാര്യം അമ്മ ജീവിക്കുന്നത് അങ്ങനെയാണ്, ബാർട്ടർ സിസ്റ്റമാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെടുത്തോളൂ എന്ന് പറഞ്ഞു. എടുത്തോളൂ. തുറന്നു നോക്കിയപ്പോൾ ഒരു മടി പോലും ഇല്ല അതിനകത്ത്, എല്ലാം പോയി. കാര്യം ഓടി വരുന്ന എല്ലാം തളർന്നു. ചോദിച്ചു ഇതിനകത്തപ്പോ കണ്ണൻ പറഞ്ഞു, ശരിക്കും ഞാൻ കൊണ്ടുവന്നതാണ്, ശരിക്കും ഞാൻ എടുത്തതാണ്, പക്ഷെ എനിക്ക് അറിയില്ല അവിടെ പോയി എന്നുള്ളതിനോട് ക്ഷമിക്കണം, പക്ഷെ എനിക്കിത് വേണം, എനിക്കിതെല്ലാം വേണം. അമ്മ പറഞ്ഞു ശരി ഞാൻ തരാം, ഒരു കണ്ടീഷൻ ഉണ്ട്, അരി വേറെ വേണ്ട എനിക്ക്, ഞാൻ ഒരു കാര്യം കൊണ്ട് തന്നെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, എന്റെ മടിയിൽ കയറിയിരുന്ന് എന്നെ ഒരു പ്രാവശ്യം ഒന്ന് മയ്യാന്ന് വിളിക്കണം, അമ്മ എന്ന് വിളിക്കണം. ഇതാണ് ഇത്രയുള്ള ഒരു ആഗ്രഹം, ഞാൻ ഈ കൊട്ടയിലുള്ള പഴം മുഴുവൻ തരാം. കൃഷ്ണൻ പറഞ്ഞു, അത് മാത്രം പറയരുത്. ഞാൻ അപ്പോൾ അമ്മയോട് പറയാണ്, അറിയൂ 6 ദിവസമുള്ളപ്പോൾ എനിക്ക് 6 ദിവസമേ ആയിട്ടുള്ളൂ ഒരു കഥ നടന്നിട്ടുണ്ട്. കാരണം ആളെ കുറിച്ച് പറയുകയാണ്, എനിക്ക് 6 ദിവസമുള്ളപ്പോൾ പൂതന എന്ന് പറയുന്ന രാക്ഷസി വീട്ടിൽ വന്നിട്ടുണ്ട്, എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി, ഇതെല്ലാം എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ പല ആളുകളെയും പരിചയമില്ലാത്ത ആളുകളെ കാണും, അവരെടുത്തൊന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെന്തെങ്കിലും തരുവാണെങ്കിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മടിയിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അത് മാത്രമേ എന്നോട് പറയരുത്. അപ്പോൾ മടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിത് തരില്ല, അത് പറ്റില്ല, എനിക്കിത് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം. കണ്ണൻ എന്ത് ചെയ്യുന്നു, എങ്ങനെയും ഇത് വേണം. ചുറ്റും നോക്കുവാണ്, ഒന്നിങ്ങനെ കറങ്ങി 365 ഡിഗ്രി ഒന്ന് കറങ്ങി നോക്കി, ആരെങ്കിലും ഉണ്ടോ, അമ്മയുണ്ടോ, അച്ഛനുണ്ടോ, ആരുമില്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ഞാൻ ഇരിക്കാം, അത് പെട്ടെന്ന് എഴുന്നേക്കും, പിന്നെ ഇരിക്കാൻ പറയരുത്. ശരി. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഇരുന്ന് ഒരു പ്രാവശ്യം മയ്യാന്ന് വിളിച്ചാൽ മതി, പിന്നെ എഴുന്നേറ്റോളം പറഞ്ഞു. കൃഷ്ണൻ ശരി. ഒന്നുകൂടെ നോക്കി, ആരുമില്ല, ചാടി അമ്മയുടെ തലയിൽ, അമ്മയുടെ മടിയിൽ നിന്ന് കൃഷ്ണൻ പറയാത്തൊരു കാര്യം കൂടെ ചെയ്തു, അമ്മയെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് മയ്യാന്ന് വിളിച്ചു. എന്തായിരിക്കും അമ്മയുടെ അവസ്ഥ? അങ്ങനെ അമ്മ പരമജീവിതം പുരുഷൻ ബാൽഗോപാൽ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ ആ ഒരു ബോധം നഷ്ടപ്പെട്ട രീതിയിലായി. അവസാനം ബാൽഗോപാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം സമയം കൊടുത്തു അമ്മയ്ക്ക്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞു, അമ്മയ്ക്ക് സന്തോഷമായി, എഴുന്നേറ്റ് പറഞ്ഞു, ഇനി എനിക്ക് പഴങ്ങൾ തരൂ. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് പറയാൻ പോലും ശക്തിയില്ല. എങ്ങനെ ശക്തി ഉണ്ടാവും? 4 ദിവസം 5 ദിവസം ആ രൂപത്തെ ഓർത്തുകൊണ്ട് വരുമായിരുന്നു. നമ്മള് എത്ര ജന്മങ്ങൾ എടുത്താലും
ഇതേപോലെ ഒരു ഭാവം നമുക്ക് വരില്ല. ഇത്ര ജന്മങ്ങൾ എടുത്താലും ഈ അമ്മയ്ക്ക് 4 ദിവസം കൊണ്ടാണ് അമ്മയുടെ ഹൃദയത്തിൽ കൃഷ്ണന്റെ ആ ഒരു രൂപം തെളിഞ്ഞു വരുന്നത്. കൃഷ്ണൻ ആ അമ്മയ്ക്കൊന്നും നമ്മുടെ മുമ്പിൽ കൃഷ്ണനെങ്ങാനും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന കാര്യം ഉറപ്പാണ്. നമുക്കത് താങ്ങാനുള്ള ശക്തിയില്ല, താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. ഒന്നാലോചിച്ച് അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു? കൊട്ടയിലുള്ള പഴങ്ങളെല്ലാം എടുത്തു. അമ്മയോട് പറഞ്ഞു, ഞാനിതെല്ലാം എടുക്കുവാണെന്ന് പറഞ്ഞ് അമ്മ വേറെ ഇങ്ങനെ ലോകത്തിൽ നിന്ന് ഇരിക്കുകയാണ്. വേറെ ലോകം എന്നല്ല, ഗോലോകമല്ല, വേറെ അതിനപ്പുറത്തേക്ക് ലോകമാണുള്ളത്. ഇതെല്ലാം എടുത്ത് പഴങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് ഓടി നേരെ യശോദറാണി അവിടെ ഇരിക്കുന്നുണ്ട്. യശോദറാണി മടിയിലേക്ക് പഴങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെവിടുന്ന് നീ ഇതൊക്കെ കൊണ്ടുവന്നു? അവിടെ ഒരു സ്ത്രീ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും കൊടുത്തു? ഞാൻ കൊടുത്തു, അരി കൊടുത്തു. ശരി ശരി. അപ്പോൾ ആകെ കൊണ്ടുവന്നത് 2-3 എണ്ണമാണ്. കാര്യം ഈ ബാൽഗോപാലിന്റെ കയ്യിൽ എത്ര കായ പാവം, എത്ര ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാം? ഇങ്ങനെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കുറെ പഴങ്ങൾ ഇങ്ങനെ പിടിച്ചു. ആ ഒരു കഥയാണത് ആക്ച്വലി, ആ സ്റ്റോറിയാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ആചാര്യന്മാർ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ശുകദേവ ഗോസ്വാമി ഒരു ശ്ലോകത്തിൽ പറഞ്ഞ് നിർത്തി. കാര്യം ശുകദേവ ഗോസ്വാമിക്ക് പരീക്ഷിത് മഹാരാജന് ഭാഗവതം മുഴുവൻ പറഞ്ഞു കൊടുക്കണം. ശുകദേവ ഗോസ്വാമി ഇതെങ്ങാനും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അദ്ദേഹം വേറെ സ്ഥലത്തേക്ക് പോകും, പരീക്ഷിത് മഹാരാജ് വേറെ സ്ഥലത്ത് പോകും. 7 ദിവസം കഴിയും, ഭാഗവതം പൂർത്തിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ നിർത്തി. പക്ഷെ നമ്മുടെ ആചാര്യന്മാരെ ഇതെല്ലാം കണ്ട് അതിനെ കൂടുതൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞു, അമ്മ എല്ലാവരും താമസിച്ച് വിളിക്കൂ, ബാക്കി എല്ലാവരും വിളിക്കും, നമുക്ക് പഴങ്ങൾ കൊടുക്കാം. അമ്മ നോക്കിയിട്ട് ആകെ 2-3 പഴങ്ങളുള്ളൂ. എനിക്ക് നാട്ടുകാരെ വിളിക്കാൻ പറയുന്നുണ്ട്. അമ്മ കുഴപ്പമില്ല, വിളിക്കും, എല്ലാവരും കൊടുക്കാം. ശരി, അമ്മ മകൻ പറഞ്ഞ എല്ലാം കേൾക്കും. എല്ലാവരും വിളിച്ച് ഓരോരുത്തർക്കും പഴങ്ങൾ കൊടുത്തു തുടങ്ങി, ഡിസ്ട്രിബ്യൂട്ട് തുടങ്ങി. ഓരോന്ന് കൊടുക്കുമ്പോൾ പുതിയ പഴങ്ങൾ വന്നുകൊണ്ടിരിക്കണം അമ്മയുടെ മടിയിൽ. അമ്മ കൊടുക്കൊന്നും കഴിയുന്നില്ല. ആ ഗോകുലത്തിലെ എല്ലാവരും വിളിച്ചു, ഓരോരുത്തർക്കും ഓരോ പഴം കൊടുക്കാൻ പറ്റി, ഓരോ ഫ്രൂട്ട് കൊടുക്കാൻ പറ്റി. എന്നിട്ട് കഴിയുന്നില്ല. അക്ഷയപാത്രം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ആ അമ്മ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സ്തംഭിച്ച് നിൽക്കുവാണ്. അവസാനം സമയമായി, വൈകുന്നേരമായി തിരിച്ചു പോകേണ്ടതായതുകൊണ്ട് അവർ മനസ്സിലായി, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നില്ല. ബാലഗോപാലിനെ കാണാതെ ഇനി എനിക്കുള്ളൊരു ജീവിതമില്ല. ഞാൻ യശോദറാണിയോട് അഭ്യർത്ഥിക്കാൻ പോവാണ്, എന്തെങ്കിലും വീട്ടിലൊരു വേല കിട്ടുമെന്ന്, എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ഇവിടെ തരാൻ പറ്റുമോ? കാരണം എനിക്ക് കടനെ കാണാതിരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്നു, അതിനും വേറെ യമുനയിൽ ചാടുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. അവസാനം യശോദയോട് പോയി ചോദിക്കാനുള്ള ഒരു മടിയുമുണ്ട്. കാര്യം ഇവര് അങ്ങനെ ആദിവാസി സ്ത്രീയാണ്. യശോദ എങ്ങനെ കാണും, എങ്ങനെ എടുക്കും, ആ ഒരു മടിയുമുണ്ട്. അതുകൊണ്ട് അവസാനം തീരുമാനിച്ചു, ശരി, എന്റെ യോഗം യമുനയിൽ ചാടാനാണെന്ന് പറഞ്ഞ് പാവം അമ്മ തീരുമാനിക്കുക. എന്നിട്ട് കണ്ണനെ കണ്ടു, ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്റെ ജീവിതത്തിന്റെ അഭിലാഷമായിരുന്നു കണ്ണനെ കാണുമെന്നുള്ളത്. അത് നടന്നു. ഇനി ഒന്നും വേണ്ട, ഇനി കണ്ണൻ എന്ത് വിചാരിക്കുന്നോ അതുപോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കൊട്ടയെല്ലാം എടുത്ത് നടക്കുവാണ്. ഈ കൊട്ട എടുക്കുന്ന സമയത്ത് കാലിയായിരുന്ന കൊട്ടയെ ഭയങ്കര വെയിറ്റ് തോന്നുന്നു. അവര് ശ്രദ്ധിക്കുന്നില്ല, തലയിൽ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കാലി കൊട്ടയായിരുന്നത് ഇങ്ങനെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോൾ അവർക്ക് നടക്കാൻ പറ്റാത്ത വെയിറ്റ് ആയി. അവസാനത്തിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി താഴെ വെച്ചപ്പോൾ അമൂല്യമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലെ അമൂല്യ രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളും രത്നങ്ങളൊക്കെ ആ കൊട്ടയ്ക്കകത്ത്. ഇത് കണ്ടപ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ട്, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉടനെ തന്നെ യമുനയിലേക്കെല്ലാം. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആ ബാലഗോപാൽ കൃഷ്ണനെ കണ്ണനെ മാത്രം മതി. എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു കണ്ണനെ കാണണമെന്നുള്ളത്. അത് സാധിച്ചു. ഇനി എൻ്റെ ആഗ്രഹമാണ് നിത്യവും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളത്. അങ്ങനെ അമ്മ കണ്ണൻ മടിയിൽ കയറിയിരിക്കുന്നതും ആ രൂപത്തെയൊക്കെ ഓർത്ത് അമ്മ അവിടെ യമുന തീരത്ത് ശരീരം വിടുന്നു. പറയുന്നു നമ്മുടെ ആചാര്യന്മാർ, ആ സമയത്ത് കൃഷ്ണൻ നേരിട്ട് വന്ന് അമ്മയുടെ കൈ പിടിച്ച് പറയുന്നു, അമ്മ ഗോലോക വൃന്ദാവനത്തിൽ, അതായത് ഇത് നടക്കുന്നത് ഭൗമ വൃന്ദാവനത്തിലാണ്, പറയുന്നു ഗോലോക വൃന്ദാവനത്തിൽ അമ്മയുടെ ഒരു സ്ഥാനം തന്നെയാണ് ഞാൻ തരാൻ പോകുന്നത്. പൂതനയ്ക്ക് ധാത്രിയുടെ സ്ഥാനം കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് ഒന്നും കൊടുക്കില്ല. പൂതന അവിടെ വന്നത് എന്തിനാണ്? കൃഷ്ണനെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയല്ല ചെയ്തത്. ധാത്രി എന്ന് പറഞ്ഞ അമ്മയുടെ പൊസിഷൻ. കമ്വാദായാലും ശരണം പ്രചരണം. ഈ ഒരു ശ്ലോകം കേട്ടാണ് ശുകദേവ ഗോസ്വാമി തന്നെ മാറുന്നത്.
ഭഗവാന്റെ ആ മഹാകൃപ മഹാകാരുണ്യത്തെ കുറിച്ച് ഓർത്ത് അഹോബകീയം സ്ഥാനകാലകൃതം അവിടെ പറയുന്നു, നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, പൂതന വന്നു, പൂതനയ്ക്ക് മോക്ഷം കിട്ടുന്നു. അതിനുശേഷം വേറെ 2 സഹോദരങ്ങളുണ്ട്. ആരൊക്കെയാണ് പൂതനയുടെ സഹോദരങ്ങൾ? ബകാസുരന് ഭാഗവതം പറയുന്നു അദ്ദേഹത്തിന് സാരോഗ്യമുക്തി കിട്ടിയിട്ടുണ്ട്. ഭാഗവതം പറയുന്നുണ്ട് അകാസുരനും സാരോഗ്യമുക്തി കിട്ടി. പൂതനയ്ക്കാണെങ്കിൽ അമ്മയുടെ പൊസിഷൻ കിട്ടി. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇവിടെ എല്ലാവരും കൃഷ്ണനെ കൊല്ലാൻ വന്നതാണ്. അപ്പോൾ അവിടെ ഒരു ആചാര്യനെ എഴുതുന്നുണ്ട്, പൂതന ഏത് വേഷത്തിലാണ് വരുന്നത്? നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ വേഷത്തിലാണ്. അപ്പോൾ പറയുന്നു, പൂതനയുടെ ആ സാരി കണ്ടപ്പോൾ ബാലഗോപാലിന് യശോദറാണിയെ ഓർമ്മ വന്നു. യശോദറാണിയോടുള്ള സ്നേഹം കൊണ്ട് പൂതനയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തു. പൂതനയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും സാരോഗ്യമുക്തി കൊടുത്തു. അതാണ് കൃഷ്ണന്റെ ദയ, അതാണ് അദ്ദേഹത്തിന്റെ മഹാകൃപ. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വരില്ല? തീർച്ചയായിട്ടും നമ്മൾ പൂതനെ പോലെ ആ ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ടല്ല പോകുന്നത് കൃഷ്ണന്റെ അടുത്തേക്ക്. കൃഷ്ണനെ സേവനം ചെയ്യണം, അല്ലെങ്കിൽ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല? തീർച്ചയായിട്ടും കേൾക്കും, തീർച്ചയായിട്ടും കേട്ടിരിക്കും, ഉറപ്പാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, കുറച്ച് നിബന്ധനകളുണ്ട്. അതിന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത്രമാത്രം ആത്മാർത്ഥത നമുക്ക് വേണം എന്നുള്ളതാണ് ഭക്തി. ചൈതന്യ മഹാപ്രഭുവും നമ്മുടെ ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നാമജപം, ശ്രവണം, ഭഗവത് ശ്രവണം. ഈ അമ്മയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഭഗവാനോട് ഇത്രയും ആകർഷണം തോന്നാനുള്ള കാരണം എന്താണ്? ശ്രവണം. ശരിയാണോ? ശ്രവിച്ചിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. കാണുന്നേക്കാൾ മുമ്പ് തന്നെ ഹൃദയം അവിടെ കൊടുത്തു കഴിഞ്ഞു. നമ്മളും ഭഗവാനെ ആരെയും കണ്ടിട്ടില്ല. നമ്മുടെ ഹൃദയം അവിടെ പോകണം. ഭഗവാന്റെ പാദങ്ങളിലായിരിക്കണം നമ്മുടെ ഹൃദയം. അതിനുവേണ്ടി എന്താണ് എങ്ങനെയാണ് സാധിക്കുന്നത്? കേൾക്കുക, കൂടുതൽ ഭഗവാനെ കുറിച്ച് കേൾക്കുക, കേട്ടുകൊണ്ടിരിക്കുക. ശ്രവണം, കീർത്തനം, നാമം ജപം, കീർത്തനം കൂട്ടത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഗോപസ്ത്രീകൾ അവിടെ നിന്ന് പറയുന്ന പോലെ നമ്മൾ കൃഷ്ണനെ കുറിച്ച് പറയുക. ഇങ്ങനെ കൂടുമ്പോൾ കൃഷ്ണനെ കുറിച്ച് പറയുക. നാലാൾ കൂടുമ്പോൾ പറയുക, അല്ലാതെ വേറെ കാര്യങ്ങൾ പറയാനുള്ളതല്ല ഇത്. നാവും നമ്മുടെ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനങ്ങൾക്ക് മാത്രം, ഭഗവാനെ കുറിച്ച് മാത്രം പറയാനുള്ളതാണ്. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഈ ഒരു ലീലയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന്, ശ്രവണത്തിന്റെ പ്രാധാന്യം. 2, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് എന്ത് കഴിവാണ് ഉണ്ടായിരുന്നത്? എന്താണ് ഉണ്ടായിരുന്നത്? അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത് നല്ല പഴങ്ങൾ നോക്കിയെടുക്കാനുള്ള ഒരു കഴിവ്. എന്നാൽ ആ കഴിവിനെ അമ്മ എന്ത് ചെയ്തു? ഭഗവാന്റെ സേവനങ്ങൾക്ക് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് അതേപോലെ ഒരുപാട് കഴിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നന്നായി കുക്ക് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നതായിരിക്കാം. എന്താവട്ടെ, എന്ത് കഴിവാണോ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്, ഇവിടെ കഥ നടക്കുന്നത്. മോനെ വിളിച്ചതാ ഫ്രണ്ടില്. ആൾക്ക് കഥ കേൾക്കാൻ നല്ല ഇഷ്ടമുള്ള കുട്ടിയാണ്. വേഗം വന്നു. കഴിവ് എന്ത് കഴിവാണ് ഭഗവാൻ തന്നിട്ടുള്ളത്, അത് ഭഗവാന്റെ സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരില്ല നമ്മൾ. അമ്മ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല എത്ര നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കഴിവ് ഉപയോഗിച്ച്, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ഇതാണ് 2ാമത്തെ ലെസൺ. 3ാമത്തെ പാഠം നമുക്ക് പഠിക്കാം, അമ്മയുടെ നിശ്ചയദാർഢ്യം. 4 ദിവസം നടന്നും അമ്മ പറയുവാണ്, കണ്ടുപിടിക്കാതെ എനിക്ക് ഊണില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, ഒന്നും വേണ്ട. നമ്മളെ പോലെ ഇപ്പൊ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രസാദേ ഗോവിന്ദ പ്രഭു എപ്പം നിർത്തുന്ന അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇനി എന്തൊക്കെയോ ബാക്കിയുണ്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ടാണ് പ്രസാദം. നമ്മുടെ അവസ്ഥ അത്രയേ ഉള്ളൂ. നമുക്കൊക്കെ എങ്ങനെ, നമുക്ക് ചെറിയ പ്രശ്നം വന്നാൽ മതി, കൃഷ്ണനെ വിട്ട് കളയും. അതെ, അത് ഉറപ്പായിട്ടും കിട്ടും. അതെ, ചെറിയൊരു സാമ്പത്തിക പ്രശ്നം വന്നാൽ മതി. സാമ്പത്തികം ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ചെറിയൊരു കാര്യം വന്നാൽ തന്നെ നമ്മൾ മറക്കും ഭഗവാനെ. വളരെ കറക്റ്റാണ്. ഒരു നിശ്ചയദാർഢ്യമില്ല, ഒരു ഡിറ്റർമിനേഷൻ ഇല്ല നമുക്ക്. മാത്രമല്ല ക്ഷമയുമില്ല. എല്ലാം ഈ മൊബൈലിൽ നിന്ന് എല്ലാം ചെയ്ത് എല്ലാം പെട്ടെന്ന് കിട്ടി നമുക്ക് ക്ഷമയുമില്ല. കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ഷമയില്ല. ഈ അമ്മ പഠിപ്പിക്കുന്നു. എന്താ ഉറുമ്പ് ഗോസ്വാമി പഠിപ്പിച്ചിട്ടുള്ളത്?
ഉത്സാഹ നിശ്ചയ ധൈര്യ അല്ലെ, ഉത്സാഹം വേണം. ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. നിശ്ചയദാർഢ്യം അല്ലെ, നിശ്ചയം ഉണ്ടായിരുന്നു. അതുപോലെ എന്താ, ക്ഷമ ഉണ്ടായിരുന്നു. 4 ദിവസം പോയി, 4ാമത്തെ ദിവസം അവർ സക്സസ്ഫുൾ ആയി. കാര്യം അത്രമാത്രം ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നേടിയെടുക്കും. അതിനുവേണ്ടി അമ്മ ഭഗവത് സ്മരണയിലായിരുന്നു ആ 4 ദിവസവും. നമ്മളെ പോലെയല്ല. നമ്മൾ ചിലപ്പോൾ ഒരു സത്സംഗത്തിൽ ഇരിക്കുന്ന സമയത്ത് ആയിരിക്കും ഓർക്കുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാര്യങ്ങളും ലോകത്തെ കാര്യങ്ങളാണ്, പിന്നെ നമ്മുടെ സമയം അവിടെ പോകുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്. ഭഗവാനെ കുറിച്ച് 24 മണിക്കൂറും നടക്കേണ്ട സംഭവമാണ്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് കൂടുതൽ കേൾക്കുക എന്ന്. കേട്ട് 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 ഈ ചെവിയിലൂടെ ഈ ഹൃദയത്തിൽ വേറെ ഒന്നും വരാതിരിക്കുന്നു നമുക്ക്. അതാണ് അതുകൊണ്ട് കാര്യം നമുക്ക് കൂടുതൽ ആവശ്യമാണ്. അത്രമാത്രം അനർത്ഥങ്ങളുണ്ട് നമുക്ക്. ഈ അമ്മയെ പോലെ, അമ്മ മധുരയിൽ ജനിച്ച അമ്മയാണ്. അവിടെ ജനിക്കണമെങ്കിൽ ഒരു അത്രയും ഭാഗ്യം ചെയ്തിട്ടുണ്ടാവും. വെറുതെ ഒരാൾക്ക് അവിടെ പറ്റില്ലല്ലോ. നമുക്ക് ഒരുപാട് അനർത്ഥങ്ങളുണ്ട്. നമ്മൾ എത്ര ശ്രവണം ഉണ്ടായാലും തീരില്ല, എത്ര നാമം ജപിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് സമയമില്ല നമ്മുടെ പാഴാക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കഥയിൽ നിന്ന് കഥ കേൾക്കാൻ നല്ല മാധുര്യമാണ്, നല്ല രസമാണ്. ഭഗവാന്റെ കഥകൾ കൂട്ടത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. അതുകൂടെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഈ കഥയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇത് വെറും ഒരു എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് അല്ല ഭാഗവതം. ഭാഗവതം രണ്ടുമാണ്. അതായത് ലീലകളാണെങ്കിൽ ലീലകൾ, പാഠങ്ങളാണെങ്കിൽ പാഠങ്ങൾ, എല്ലാം നമ്മൾ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ലീലകൾ നമ്മൾ ആസ്വദിക്കുന്നു, കേൾക്കുന്നു, ആസ്വാദനം വേണം. കൂട്ടത്തിൽ പറയുന്ന പാഠങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. ഇതേപോലുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് നമ്മൾ പഠിക്കാം. ഉത്സാഹ നിശ്ചയ, അതേപോലെ നമുക്കുള്ള കഴിവ് ഭഗവാന്റെ സേവനങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ പിന്നെ നമ്മൾ പറഞ്ഞു വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, പഴം കൊടുത്തിട്ടാണ് ഭഗവാനെ സന്തോഷിപ്പിച്ചത്. പത്രം പുഷ്പം ഫലം തോയം അല്ലെ. അമ്മയുടെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് സ്വർണത്തിന്റെ തുലാഭാരം നടത്തുന്നത് ഇതൊന്നും കൃഷ്ണന് താല്പര്യമുള്ള കാര്യങ്ങളല്ല. ഹൃദയത്തിൽ ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയൊരു പുഷ്പം വഴിയിൽ നടന്നു പോയി കഴിഞ്ഞാൽ അത് എടുത്ത് ഭഗവാനെ സമർപ്പിച്ചാലും, സ്നേഹത്തോടുകൂടി കൊടുത്തു നോക്കൂ. ആ ഒരു ആഗ്രഹത്തിൽ ഭഗവാനോട് പറയും, ഭഗവാനെ എനിക്കൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, അങ്ങ് സ്വീകരിച്ചാലും. ഗജേന്ദ്രൻ എടുത്ത് കൊടുത്തുല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ല ഗജേന്ദ്രൻ. ഗജേന്ദ്രൻ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണൻ അവിടെ എത്തി. ദ്രൗപദി ദേവി വിളിച്ചു, ഗോവിന്ദ ദാമോദര അവിടെ എത്തി സാരയെ. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരും. നമ്മൾ അങ്ങനെ വിളിക്കുന്നില്ല. അത് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതും കൂടുതൽ നാമം ജപിക്കുന്നതും. അപ്പൊ നമ്മുടെ ആ ഒരു ബോധം ആ ഒരു ലെവലിലേക്ക് പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവരണം. അപ്പൊ ഓരോ സത്സംഗങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നണം, കുറച്ച് ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഭക്തിയിൽ. നമുക്ക് ആ ഒരു ഫീലിങ്സ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഞായറാഴ്ച ഇത് പുതിയൊരു വിനോദമാണ്. സിനിമയ്ക്ക് പോകുന്നതിന് വരെ സത്സംഗത്തിന് പോകുന്നു. അങ്ങനെയല്ല, ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വേണം എല്ലാവർക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രമാത്രം ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്, ഭക്തിയിൽ ഞാൻ സീരിയസ് ആണോ? ശരിക്കും സീരിയസ് അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ ആക്കാൻ പറ്റും? ഭക്തി എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ മനോഹരമായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ ഹോക്കിയെ കുറിച്ച് പറഞ്ഞു, ഇങ്ങനെ കുറെ ലീല, ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കെങ്കിലും കാണുന്ന ആഗ്രഹമുണ്ടോ? അവിടെ എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഇവിടെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ബോറടിച്ചില്ലേ ഇത്രയും കാലമായിട്ട്? ബോറല്ല. ഇവിടെ ഒന്നും വെറൈറ്റി കിട്ടാൻ പോകുന്നില്ല. എത്ര ജന്മങ്ങൾ എടുത്താലും, കാര്യം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. ബ്രഹ്മാവായിട്ട് നമ്മൾ ഇരുന്നാലും ഇവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളത്. നമ്മൾ ഇവിടുത്തെ സന്തോഷം കുറച്ച് ദിവസം സന്തോഷവും ആ സന്തോഷം ദുഃഖമായി മാറും. അതേ സംഭവം തന്നെ, അത് തന്നെ ഇങ്ങനെ മാറും. ഒരു ചെറുപ്പമായിരിക്കുന്ന യൗവനാവസ്ഥയിലൂടെ ഒരു വിചാരിക്കും വിവാഹം കഴിക്കലാണില്ല, വിവാഹം കഴിച്ച് 2 ദിവസം കഴിഞ്ഞ് ഇതാ കഴിഞ്ഞു. അപ്പൊ മനസ്സിലായി, അതോടുകൂടി അത്രയേ ഉള്ളൂ. സന്തോഷം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നു, അതുകൊണ്ട് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ നല്ല സുഖമാണ്, കഴിക്കുന്നു, ആരുടെ ഹെൽത്ത് നാശമാകുന്നത് അവനവന്റെ ലിവർ പോയി, അത് പോയി, ഇത് ആരൊക്കെ പ്രോബ്ലം. സന്തോഷം ഓടി പോകുമ്പോൾ അതിന്റെ കൂടെ ദുഃഖം ഡബിളായിട്ട് കൊണ്ട് വരുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ ലോകം ഇങ്ങനെയാണ്, പക്ഷെ ആ ലോകം അങ്ങനെയല്ല. അവിടെ പോയി കഴിഞ്ഞാൽ നിത്യവും നമ്മൾ സന്തോഷം അല്ലെങ്കിൽ ആനന്ദം എന്നാ പറയുന്നത്. അത് ആ ഒരു ആനന്ദം അനുഭവിച്ചാലേ അറിയുള്ളൂ. ആ ആനന്ദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം നിത്യം പാരായണം ചെയ്യുക, ചർച്ച ചെയ്യുക, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുക, ആത്മാർത്ഥമായിട്ട് എല്ലാവരും നാമം ജപിക്കുക. നാമജപം വളരെ നന്നായി ചെയ്യുക. നാമം നന്നാവണമെങ്കിൽ ശ്രവണം നന്നായിരിക്കണം.
ശ്രവണം ശരിയല്ലെങ്കിൽ നാമം ശരിയാവില്ല. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു റെയിൽവേ ട്രാക്ക് പോലെ രണ്ട് പാളങ്ങൾ, ഒരു പാളത്തിൽ വണ്ടി ഓടില്ല അല്ലെ. അപ്പോൾ ഒന്ന് ശ്രവണം, ഒന്ന് കീർത്തനം അല്ലെങ്കിൽ നാമജപം, കീർത്തനാവട്ടെ, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യലാവട്ടെ, ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഈ ട്രെയിൻ ഇവിടെ നിന്ന് ഓടിച്ചാൽ നമ്മൾ എത്തുന്നത് ഗോലോക വൃന്ദാവനത്തിലേക്കാണ്. ഡെസ്റ്റിനേഷൻ വേറെ എവിടെയല്ല. ഡൽഹിയിലുള്ള വൃന്ദാവൻ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പോക്കുണ്ട്. അവിടേക്ക് നമ്മൾ എന്തെങ്കിലും പോകാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ശ്രമിക്കാം. ശ്രമം ആവശ്യമാണ് നമ്മുടെ ഭാഗത്തുനിന്ന്. ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന്. അതേപോലെ തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ഈ ശ്രമം. നമ്മുടെ ശ്രമം കൊണ്ട് മാത്രം നടക്കില്ല, ഭഗവാനെ ആശ്രയിക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം, എന്റെ കഴിവുകൊണ്ട് ഭഗവാനെ പിടിക്കാൻ പറ്റില്ല. നമ്മുടെ കഴിവുകൊണ്ട് ആർക്കും സാധിക്കില്ല. അദ്ദേഹത്തിന് തോന്നണം. 4 ദിവസം ഈ അമ്മ കഷ്ടപ്പെട്ടു. കൃഷ്ണൻ ക്ഷമ നോക്കുവല്ലേ, എത്രമാത്രം ഉത്സാഹമുണ്ട്, എത്രമാത്രം നിശ്ചയദാർഢ്യമുണ്ട്. നമ്മളാണെങ്കിൽ ആദ്യത്തെ ദിവസം അവസാനിപ്പിക്കുക, ഇതൊന്നും ശരിയാവില്ല, ഹരികൃഷ്ണ പ്രസ്ഥാനക്കാർ പറയുന്നത് ശരിയാവുന്നില്ല, നാമം ജപിച്ചിട്ടൊന്നും നടക്കുന്നില്ല, അനർത്ഥങ്ങൾ കൂടി വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ പലരും ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. നമ്മളതിൽ ഇറങ്ങി നല്ല രീതിയിൽ ആത്മാർത്ഥതയോട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് റിസൾട്ട് വന്നത്. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നന്നായി പഠിച്ചാലാണ് നന്നായി എക്സാം എഴുതാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഭക്തിയിലും അത് ആവശ്യമാണ്. നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതം. നാവ് കൊണ്ട് ഭഗവത് സേവനങ്ങൾ മാത്രം. സവാ ഗുണാൻഗണീത്തെ, അതായത് ഈ നാവ് ഉപയോഗിച്ച് ഭഗവാനെ കുറിച്ചുള്ള ഗുണങ്ങൾ പാടാൻ വേണ്ടി മാത്രം. അതേപോലെ കറവ് മനസ്ത, അതായത് കൈകളെല്ലാം ഭഗവത് സേവനങ്ങൾക്കും മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മാത്രം. അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക. നമ്മളിവിടെ ഈ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ ശ്രവണ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തിൽ നമ്മൾ ഭഗവത് സേവനത്തിൽ ഉപയോഗിച്ചു. നാവ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചു, നിങ്ങളുടെ ചെവികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ ഭഗവാന്റെ ആരാധന ചെയ്തു. ആ സമയത്ത് നമ്മൾ ഒരുപാട് പാടുന്നുണ്ടായിരുന്നു, നമ്മൾ കൈകൊട്ടുന്നുണ്ടായിരുന്നു ഭഗവാന്റെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാന്റെ സേവനങ്ങൾക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോൾ വേറൊരു സേവനമുണ്ട് നമുക്ക്, മഹാപ്രസാദേ ഗോവിന്ദൻ. അതും നാവിന് കൊടുക്കുന്ന ഒരു സേവനമാണ്. ശരി, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാൻ തന്നിട്ടുള്ള ശരീരം, ഇന്ദ്രിയമെല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് മാത്രമാണ് എന്നുള്ള ഓർമ്മ വെക്കുക. അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. കാര്യങ്ങളോട് പറയാൻ ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ की ब्रजेंद्र नंदन बाल गोपाल की यशोदा माई की नंद बाबा की श्रीमती राधा रानी की जय जय श्री राधेश्याम श्री वृंदावन धाम की जय। हरि बोल। His Grace सर्ववाला प्रभु की जय। श्रीला प्रभुपाद की मध्य प्रभु।